ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള വെബിനാറുകളാണ് നമ്മൾ സംഘടിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, ഇന്ന് നമുക്കൊരു സെഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ട് നോളജുകൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന കേസ് എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഓരോ പേഴ്സണും യുണീക്കാണ് അല്ലെ? അപ്പൊ ആയതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു ടാബ്ലറ്റ് പനി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ ആന്റിബയോട്ടിക് ആയിരിക്കും, ഒരേ ടാബ്ലറ്റ് തന്നെ ആയിരിക്കും, ഒരേ ടോണിക് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരേ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ് ഡിഫറെൻ്റ് ആണ്. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്ത് അസസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് അവരിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഓരോ കേസുകളും ഡിഫറെൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയും അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജുകളെയും അവര് പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതികളെയും കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഓരോ കേസുകളെയും നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഇന്ന് നമ്മൾ കുറച്ചും കൂടി പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇന്ന് നമ്മളിവിടെ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുക. ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിമ്പിൾ അക്കാദമി ഫാക്കൽറ്റി ആയിട്ടുള്ള സ്നേഹ കൃഷ്ണൻ മാം ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, അഡോളസെന്റ് കൗൺസിലർ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ട്യൂട്ടർ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ മാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ വിമ്പിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ മാം ഇവിടെ നേരത്തെ തന്നെ സൗജന്യ വെബിനാറുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് മാം 2 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത ദിവസം, അതായത് നാളെ മുതൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൊഗ്നിറ്റീവ് തെറാപ്പി MBCTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 ഡേയ്സിന്റെ വർക്ക്ഷോപ്പ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് മാമിന്റെ സെഷനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ മാം ഇന്ന് നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ അല്ലേ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. കേട്ടിട്ടില്ലേ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? യെസ് മാം. യെസ് മാം, കേട്ടിട്ടുണ്ട്. യെസ്. പക്ഷെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു കണ്ടീഷനെ പറ്റി? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെ തന്നെ കാണുന്ന, ഈവൻ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ വരെ കണ്ടുവന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളെപ്പോഴും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇപ്പൊ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റി നമ്മൾ കുറച്ചും കൂടി അവയർനെസ് ഒക്കെ കിട്ടി വന്നു തുടങ്ങി. പക്ഷെ ഈ ഒരു സൈക്കോസിസ് എന്നുള്ള ഒരു കണ്ടീഷനെ പറ്റി പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിടുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക് ഒന്ന് ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ചിലയിടത്തൊക്കെ കേസ് കേൾക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ കുറവാണ് എന്നാൽ പോലും പലയിടത്തും കേസ് കേൾക്കുമ്പോൾ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും, അതായത് ജനിച്ച് വളരെ കുറച്ച് പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന സിറ്റുവേഷൻസ്, അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരു റീസൺ ആണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, ഏതൊരു സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക, എന്താണ് ഈ ഒരു സിറ്റുവേഷൻ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുക, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, പോസ്റ്റ് പാർട്ടം മീൻസ് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞുണ്ടാവുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഇനി സൈക്കോസിസ് എന്താണെന്നറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം. സൈക്കോസിസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്. നമ്മുടെ ഉള്ളില് കുറേ തെറ്റായ ചിന്തകൾ വരിക, ഹലൂസിനേഷൻസ് വരിക, ഡിലൂഷൻസ് വരിക. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാം തെറ്റായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും, കേൾക്കാത്തത് കേട്ടു എന്ന്, സ്മെല്ല്, പല രീതിയിലുള്ള സ്മെല്ലുകൾ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, ആ വ്യക്തിക്ക് അതെല്ലാം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. 5 സെൻസ് ഓർഗൻ വഴിയും പല പല കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മറ്റാർക്കും അത് ഉണ്ടാവില്ല, മറ്റാരുടെയും റിയാലിറ്റിയിൽ അത് ഉണ്ടാവില്ല. ആ വ്യക്തിയുടെ റിയാലിറ്റിയിൽ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ അത് പെർസീവ് ചെയ്യുന്നത് തെറ്റായ രീതിയിൽ. അപ്പൊ അത്തരത്തിലുള്ള ഹലൂസിനേഷൻസ്, ദെൻ ഡിലൂഷൻസ്. ഡിലൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാധാരണകൾ, തെറ്റായ കുറെ ധാരണകൾ, ഇത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കുറെ ധാരണകള്, ഇതൊക്കെ അടങ്ങുന്ന ഒരു അവസ്ഥയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. കുറേ തെറ്റായ ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും, ഹലൂസിനേഷൻസ് ഉണ്ടാവും, ഡിലൂഷൻസ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേരുന്ന കണ്ടീഷൻ ഒറ്റ വാക്കിൽ പറയുന്നതാണ് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പൊ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള, അതും നമ്മൾ കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് വിത്തിൻ 2 weeks ആണ് ഇത് ഉണ്ടാവുന്നത്. വളരെ കുറച്ച് ദിവസം, ഈവൻ ഒരു 4 to 5 days ആകുമ്പോൾ തന്നെ ഇതിന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ വിടും, അവർക്ക് റിയാലിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. അവര് റിയാലിറ്റിയിലേ അല്ല നിൽക്കുന്നത്, അവരുടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ ആണ്. കംപ്ലീറ്റ് മൂഡ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അവര് കുഞ്ഞിനെ കൊല്ലാം, അവരെ തന്നെ സ്വയം കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അത്രയും ഹൈ റിസ്ക് ഓഫ് ഹാം, സിവിയാരിറ്റി ലെവൽ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. നമ്മൾ ഇതിനൊരു എമർജൻസി കണ്ടീഷൻ ആയിട്ടാണ് പറയാം. നമുക്ക് കുഞ്ഞുണ്ടായി അവിടെ ഒരു അമ്മയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത്രയും എമർജൻസിയോട് കൂടെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു കേസാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. നമ്മൾ അത് അവിടെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മേനെയും കുഞ്ഞിനെയും കുടുംബത്തെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. റെയർ ആണ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെക്കാളും അത്രയും ഒരു പ്രിവലൻസ് ഇല്ല, റെയർ ആണ്. എങ്കിലും നമ്മൾ ഈ പറഞ്ഞ 1000-ൽ 2 പേർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് ഓരോ ദിവസവും എത്രത്തോളം ബർത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ അറിയാം അല്ലെ. ഓരോ ദിവസവും ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുന്നുണ്ട്, ഒരുപാട് അമ്മമാർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ 1000-ൽ 2 പേർക്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് പല ആളുകളും ശ്രദ്ധിക്കില്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിട്ട് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇത് ഡിപ്രഷന്റെ ഒരു ഭാഗമാണ്, കുറച്ചു ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും, അല്ലെങ്കിൽ ഇത് പ്രസവം കഴിഞ്ഞുണ്ടാവുന്ന കുറച്ച് നാളത്തെ ഒരു പ്രശ്നമാണ്, അത് ഈ ഒരു സ്ട്രെസ് കൊണ്ടും അല്ലെങ്കിൽ ഉറക്കില്ലായ്മ കൊണ്ടൊക്കെ വന്നതാണെന്ന് ഉള്ള കുറെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇത് ആരും ശ്രദ്ധിക്കില്ല. എപ്പോഴും നമ്മുടെ ഈ ഒരു സൈക്കോസിസ് കണ്ടീഷൻ കൺഫ്യൂഷൻ ആവുന്ന 2 മേഖലകളാണ് ബേബി ബ്ലൂ ആൻഡ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ബേബി ബ്ലൂ ഓൾമോസ്റ്റ് പലർക്കും ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരു വലിയൊരു 9 മാസത്തെ ആ ഒരു എല്ലാ സ്ട്രെസ്സും ആ ഒരു ഹോസ്പിറ്റൽ വാസവും എല്ലാം കഴിഞ്ഞ് പുതിയൊരു മദർഹുഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് വരുമ്പോൾ, പുതിയൊരു റോളിലോട്ട് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും മൂഡിന് ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള ആൻസൈറ്റീസ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ അവസ്ഥകൾ ഉണ്ടാവും. അതാണ് ബേബി ബ്ലൂ. ഇത് നോർമൽ ആണ്, എല്ലാവർക്കും മൈൽഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു ട്രീറ്റ്മെന്റും എടുക്കണ്ട, ആ ഒരു 1 to 2 weeks ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് മാറിപ്പോവും. ഇതാണ് എല്ലാവരും സൈക്കോസിസിന്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ തെറ്റിദ്ധരിക്കുക. ഈ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ കരയുന്നതും ഇറിറ്റേറ്റഡ് ആവുന്നതും അല്ലെ, ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ദേഷ്യം വരുന്നതൊക്കെ ഒരു നോർമൽ ആയിട്ട് നമ്മൾ കാണും, ബേബി ബ്ലൂ ആയിട്ട് തെറ്റിദ്ധരിക്കും. കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അത്രയും ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോയി വരുമ്പോൾ
സ്വാഭാവികമായിട്ടും അമ്മമാര് കാണുന്ന ഒരു മൂഡ് ചേഞ്ച് ആണത്. നമ്മുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ബേബി ബ്ലൂ. ഇത് വളരെ മൈൽഡ് ആണ്. 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ആ വ്യക്തി നോർമൽ ആവും. ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റബിൾ ആവും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കുറച്ചും കൂടി സിവിയാരിറ്റി കൂടിയ അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്ന അവസ്ഥ. മറ്റേത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യും, നോർമലായി ആ വ്യക്തി. പക്ഷെ ഇത് ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞിനെ ഇപ്പം ചിലർ പറയും, എന്റെ കുഞ്ഞിന് 4 വയസ്സ് 5 വയസ്സൊക്കെ ആയപ്പോഴേ എനിക്ക് മനസ്സിലായത് എനിക്ക് അന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആയിരുന്നു എന്ന് പറയും. അപ്പൊ മാസങ്ങളോളം അത് നിലനിൽക്കും. ഭയങ്കരമായ നിരാശ, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ക്ഷീണം, നിരന്തരമായിട്ടുള്ള ഒരു വിഷമം, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ സ്ലീപ്പ് ഇഷ്യൂസ്, വിശപ്പിൽ വരുന്ന മാറ്റങ്ങള്, വെയിറ്റ് ഗെയിൻ. ഓൾറെഡി പ്രസവം കഴിയുമ്പോൾ പലർക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പൊ അത് ഈ ഡിപ്രഷന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് അവിടെയും നമ്മൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. ഒരു നോർമൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ വിട്ടുകളയും എന്നുള്ളതാ. പക്ഷെ നമുക്ക് ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ എന്തില്ല, നമുക്കൊരു മാറ്റം വരുന്നില്ല, നമ്മുടെ വിഷമം മാറുന്നില്ല, ഹോപ്പ്ലെസ്നെസ് ഉണ്ട്, നമ്മള് ഒന്നിലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കണ്ടീഷനാണ്. ഒരു പനി വന്നാൽ ചിലപ്പോഴൊക്കെ പനി വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ മാറില്ലേ, നമ്മളൊന്നും ജസ്റ്റ് ഒരു ചുക്കാപ്പി ഇട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ ഒരു ദിവസം കഴിക്കുമ്പോൾ നമ്മുടെ പനി മാറും. പക്ഷെ അതൊരു 4-5 ദിവസമായിട്ട് നമ്മൾ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാര്യമായ ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടത്. അപ്പൊ ഡോക്ടറെ കണ്ട് 3 ദിവസം മരുന്ന് ആദ്യം കഴിച്ചു, അതവിടെ പോകേണ്ടതാണ്. അത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കും. പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം വരുമ്പോഴേക്കും ആളുകൾ 1-2 ദിവസം സങ്കടം തോന്നി, ഇതിപ്പോ എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെയാണല്ലോ ഫീൽ ചെയ്യണത്, അത് കുഴപ്പമില്ല എന്ന മട്ടില് നമ്മൾ വിട്ടുകളയും ട്രീറ്റ്മെന്റ് എടുക്കാതെ. അങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വിട്ടുകളഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ സിവിയാരിറ്റി ലെവലിലോട്ട് പോയിട്ട് ഹാമിങ്ങും അങ്ങനത്തെ കണ്ടീഷനിലോട്ട് പോകും. ദെൻ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഈ ഒരു സ്പെക്ട്രത്തിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സ്പീഡ് കുഴപ്പമില്ലല്ലോ? സ്പീഡ് കൂടി പോകുന്നൊന്നും ഇല്ലല്ലോ? നിങ്ങൾ പറയൂ, എന്നാലല്ലേ എനിക്ക് അതിനനുസരിച്ച് പോകാൻ പറ്റൂ. ഞാൻ കേട്ടിട്ടുണ്ടോന്നല്ലേ ചാൻസ്. കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് ഈ പറഞ്ഞ പോലെ വിത്തിൻ ഹവേഴ്സ് വരും. അതായത് കുഞ്ഞ് ജനിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവാം, മമ്മിയിൽ മൂഡ് ചേഞ്ച് ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ട് പെരുമാറ്റവും, ഹലൂസിനേഷൻ, ഡിലൂഷൻ, ഇതൊക്കെ ഉണ്ടാവാം. അപ്പൊ വിത്തിൻ ഹവേഴ്സ് ടു 2 വീക്സിനുള്ളിലാണ് എന്ത് കാണുക, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് കാണുക. അവിടെ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഈ പറഞ്ഞ ഡിലൂഷനും ഹലൂസിനേഷൻസും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ മൂഡില് ഇതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ഒരു അമ്മയിൽ ഭയങ്കര ഹൈ ആൻഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അതായത് മൂഡ് ഒരു മൊമെന്റിൽ ഭയങ്കര ഹാപ്പി, ദെൻ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര ലോ, എക്സ്ട്രീം ആയിട്ട് പോവാണ്. നമ്മുടെ ഒരു മൂഡിന്റെ 2 അറ്റത്തേക്ക് അവർ പോവാണ്. അതിപ്പോ സന്തോഷം മാത്രമല്ല, സങ്കടമായാലും ഇറിറ്റേഷൻ ആയാലും ഏതൊരു മൂഡായാലും അതിന്റെ എക്സ്ട്രീംസിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ തോട്ട്സ്, കുറേ തെറ്റായിട്ടുള്ള തോട്ട്സ് അവരുടെ മൈൻഡിൽ ഉണ്ടാവും. ഇത് എന്റെ കുഞ്ഞാണോ എന്ന് വരെ കൺഫ്യൂഷൻ ആവും, എനിക്ക് കുഞ്ഞുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഈവൻ അവരാകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ പാരനോയി ഉണ്ടാവും. എല്ലാവരെയും ഒരു വിശ്വാസമില്ലായ്മ, ഹസ്ബൻഡിനെ ഉണ്ടാവില്ല, സ്വന്തം ഫാമിലിനെ ഉണ്ടാവില്ല, എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ മാത്രമായിരിക്കും അവർ നോക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ, അങ്ങനെ തന്നെയല്ലേ, ഇവര് ശരിക്കും പറയുന്നുണ്ടോ, ഇവർ ചിലപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കുഞ്ഞ് മാറിപ്പോയോ, അങ്ങനെ വരെ അത്രയും കൺഫ്യൂഷൻസ് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ദെൻ ഡിലൂഷൻസ്, കുറെ മിഥ്യാധാരണകൾ, പാരനോയും ഡിലൂഷനും കോമൺ ആയിട്ട് കാണുന്നതാണ്. കുറെ തെറ്റായ ധാരണകൾ അത് അവർ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ എന്തൊക്കെ എവിഡൻസ് കൊടുത്താലും എന്തൊക്കെ കൊടുത്താലും അവിടെ എന്തുണ്ടാവണം എന്നില്ല, ആ ഒരു കാര്യം അവര് അംഗീകരിച്ച് തരണം എന്നില്ല. റീസെന്റ് ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, DNA എന്നുള്ള മൂവി ഇറങ്ങിയ സമയത്ത് ഇതിൽ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത്ര അടിപൊളി മൂവി എന്നല്ല, ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ അതിലെ പെൺകുട്ടി പ്രസവം കഴിഞ്ഞ ഉടനെ
കുഞ്ഞിനെ കാണുമ്പോൾ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് എന്റെ കുഞ്ഞല്ല. അപ്പൊ അവിടെ ഡോക്ടർ പറയുന്ന ഒരു ജസ്റ്റ് അവിടെ സിറ്റുവേഷൻ ഇതല്ല, ശരിക്കും ഡിസോർഡർ അല്ല, പക്ഷെ അത് എന്റെ കുഞ്ഞല്ല എന്ന് ആ ഒരു സ്ത്രീ പറയുന്ന സമയത്ത് അവിടെ ഡോക്ടർ അത് ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത്. അതേപോലെ അവർക്ക് ഓൾറെഡി ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മേ ബി അത് സൈക്കോസിസ് കണ്ടീഷൻ ആവാം എന്നുള്ള ഒരു കോൺവെർസേഷൻ അവിടെ വരുന്നുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതാണ് നമുക്ക് ഈവൻ ഇത് എന്റെ കുഞ്ഞല്ല, അല്ലെങ്കിൽ ഇത് എന്റെ അല്ല, ഇത് എന്റെ തന്നെ ആണോ, അങ്ങനെയുള്ള കുറേ തോട്ട്സ് അവർക്കുണ്ട്. അവരാകെ ഒരു വിശ്വാസം ട്രസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. ദെൻ പെർസെപ്ഷൻസ് ആണ് അവരുടെ ഭയങ്കരമായിട്ടുള്ള ഹലൂസിനേഷൻസ് ഉണ്ടാവേ. ഹലൂസിനേഷൻസ് എന്ന് പറയുമ്പോൾ ഓഡിറ്ററി ഹലൂസിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഉണ്ടാവും, ഓഡിറ്ററി ഉണ്ടാവും. കൂടുതൽ അതായതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയുള്ളൂ. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കുന്നതാവാം, ദെൻ എന്തെങ്കിലും രൂപങ്ങൾ കാണുന്നതാവാം. അങ്ങനെ പല രീതിയിലുള്ള ഹലൂസിനേഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഹലൂസിനേഷൻ പല ടൈപ്പ് ഉണ്ട്. സ്മെല്ല് റിലേറ്റഡ് ആയിട്ടുണ്ട്, ടേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുണ്ട്, ടച്ച് നമ്മൾ ആരോ തൊടുന്ന പോലെ ടാക്ടൈൽ ഹലൂസിനേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് പെർസീവ് ചെയ്യുക. കാര്യങ്ങളെല്ലാം അവരുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടാണ്. അതിനെയാണ് നമ്മൾ ഹലൂസിനേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, അവർ ഭയങ്കര അജിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, കുഞ്ഞിനെ തീരെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ എത്രയൊക്കെയും ചിലപ്പോൾ ഇവര് കുഞ്ഞ് കരയുമ്പോഴും ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, കുഞ്ഞിനെ നോക്കുന്നുണ്ടാവില്ല, കുഞ്ഞിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. ഭയങ്കരമായിട്ടുള്ള നെഗ്ലക്റ്റ് നമുക്ക് കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, സ്വന്തം കാര്യത്തിൽ. ഇപ്പൊ നമ്മളൊരു പ്രസവം കഴിഞ്ഞു ഒന്ന് ഫ്രഷ് ആവുന്നതോ അല്ലെങ്കിൽ സെൽഫ് കെയർ കുറച്ച് ശ്രദ്ധിക്കുക ഒന്നും ഉണ്ടാവില്ല അവരുടെ ആ ഒരു ബിഹേവിയറിൽ. ആ ഒരു 1 വീക്കിൽ ആണെങ്കിലും ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ കംപ്ലീറ്റ് അവനോവനെയും കുഞ്ഞിനെയും മറന്നൊരവസ്ഥയിലായിരിക്കും ഇവരുടെ ഒരു പെരുമാറ്റം. മൂഡ് ഭയങ്കര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത്രയും സിംറ്റംസ് ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ. എന്നാൽ ഈ പറയുന്ന സിംറ്റംസിൽ ഏതെങ്കിലും ഒക്കെ അവരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മൂഡ് വേരിയേഷൻസും ഹലൂസിനേഷൻസും എല്ലാ ടൈപ്പ് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒക്കെ ചിലവരിൽ ഉണ്ടാവുള്ളൂ. ഡിലൂഷനും കൺഫ്യൂഷനും കുഞ്ഞിനെ ശ്രദ്ധിക്കായ്മയും സ്ലീപ്പ് ഇഷ്യൂസും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം കഴിയുന്ന സമയത്ത് കോമൺ ആയിട്ട് കാണാൻ പറ്റും. കോമൺ ആയിട്ടെന്നല്ല, ഇങ്ങനെയുള്ള ആളുകളിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ദെൻ റിസ്ക് ഫാക്ടേഴ്സ്. എപ്പോഴാണ് ഇത് വരുന്നത്, ആർക്കാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഒന്ന്, ഇവർക്ക് മുന്നേ എന്തെങ്കിലും ബൈപോളാർ ഡിസോർഡറോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മെന്റൽ ഇൽനെസ് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സൈക്കോസിസ് കണ്ടീഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ല ഇപ്പൊ രണ്ടാമത് ചിലപ്പോ ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഇവർക്ക് മേ ബി കുറച്ച് നാൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ പ്രീവിയസ് ആയിട്ട് ഇങ്ങനത്തെ കണ്ടീഷൻസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി അതല്ല, ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഇന്നേ വരെ വന്നിട്ടില്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു അമ്മയാവുന്ന സമയത്ത് അവരിൽ ഉണ്ടാവാം. അതൊരു റിസ്ക് ഫാക്ടർ ആണ്. നമ്മൾ വിചാരിക്കും എല്ലാവരും അമ്മയാവുന്നില്ല, എല്ലാവർക്കും വരുന്നില്ലല്ലോ എന്ന്. എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷെ ഓരോ വ്യക്തി, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞാൽ ഓരോ വ്യക്തിയും യുണീക്കാണ്, ഓരോരുത്തരുടെ ബോഡി യുണീക്കാണ്, അവരുടെ ഹോർമോണൽ ലെവൽസ് മാറ്റമുണ്ട്, അവർ ജീവിക്കുന്ന കണ്ടീഷൻ, അവർ വന്നിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ അവരുടെ ഓരോ എക്സ്പീരിയൻസും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ മദർഹുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അത് എൻജോയ് ചെയ്ത് പോവാൻ പറ്റും, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ചിലപ്പോ ഫോഴ്സ്ഫുള്ളി മദർഹുഡിലോട്ട് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫസ്റ്റ് ടൈം മദർഹുഡ് പലപ്പോഴും പലരിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ലീപ്പ് ഇഷ്യൂസ്, സ്ലീപ്പ് ഡെപ്രിവേഷൻ. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞു മക്കളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നൂല് പഠിക്കുന്നവർ പറയും, ഇത് ഉറങ്ങാനേ പറ്റുന്നില്ല, കാരണം കുഞ്ഞിനെ നോക്കണം, എന്നിട്ട് അതും കഴിഞ്ഞ് രാത്രിയാണ് ഇരുന്ന് എഴുതുക. ചില സമയത്തേക്ക് ഇങ്ങനെ കയ്യിന്ന് പോകുന്ന പോലെ തോന്നും. അതായത് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു കുറവാണ് ഈ സ്ലീപ്പ് ഡിപ്രിവേഷൻ വരുന്നത്. നമുക്കൊരു കുഞ്ഞിനെ ഒരു സമയം ഏൽപ്പിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടെങ്കിൽ
കുറച്ചെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റും. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും അടുപ്പിച്ചൊന്നും ഉറങ്ങാതെ ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഉറങ്ങാതെ എന്ന് പറയാൻ ഒരു 3 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോ ഒരു ചെറിയ കുഞ്ഞിനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയൊക്കെ വരുന്ന ഒരുപാട് ഫാമിലിയിലെ സ്ത്രീകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു ഇഷ്യൂ ഭയങ്കര സിവിയർ ആയിട്ടും വരും. ദെൻ കോംപ്ലിക്കേഷൻസ്, പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ്, അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോ വളരെ പെട്ടെന്നായിരിക്കും കോംപ്ലിക്കേഷൻസ് വരെ. ഇപ്പൊ നോർമൽ ആയിട്ട് 8 മന്ത് വരെ പോയിട്ട് ആ ഒരു മന്തിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കേസ്, എന്റെ ഒരു കസിൻ, പുള്ളിക്കാരിക്ക് എല്ലാം നോർമൽ ആയിട്ട് കുട്ടിക്ക് എല്ലാം കുഴപ്പമുണ്ടാകും. ദെൻ 8th മന്ത് എത്തിയപ്പോൾ കുട്ടിക്ക് അനക്കില്ല എന്ന് പറഞ്ഞു. കോംപ്ലിക്കേഷൻ ആയി, പിന്നെ അഡ്മിറ്റ് ആയി, കുറച്ച് നാള് മെഡിസിൻ ഒക്കെ എടുത്തപ്പോ ശരിയായി. ദെൻ 8th മന്തിൽ ഡെലിവറി ചെയ്യേണ്ടി വന്നു. അപ്പൊ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ആണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട് ഇരിക്കുന്നു. പക്ഷെ ചില ആൾക്കാരിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് അവരെ ട്രിഗർ ചെയ്യിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻ ആവും. ദെൻ ഹോർമോൺസ്, ഉറപ്പായിട്ടും ഒരുപാട് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നടക്കുന്ന ഒരു സമയമാണ് ആ ഹോർമോണൽ സെൻസിറ്റിവിറ്റി. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ വിചാരിക്കും ഇതെല്ലാം എല്ലാവരിലും നടക്കുന്നല്ലേന്ന്. എല്ലാ വ്യക്തികളിലും ഇതുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഒരു അസുഖമായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചില ആളുകളെ അത് ബാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സ്റ്റിഗ്മയുണ്ട്, നീ ആദ്യമായിട്ട് പ്രസവിക്കുകയാണോ, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് ഈവൻ അമ്മമാര് വരെ മക്കളോട് പറയുന്ന സിറ്റുവേഷൻസ്, അവരത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഈവൻ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ എല്ലാവരും എന്താവണമെന്നില്ല, ഇത് ട്രിഗർ ആവണമെന്നില്ല. പക്ഷെ വളരെ കുറച്ചു പേരിലെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഈ പറഞ്ഞ കാരണം തന്നെയാണ് എറ്റിയോളജി. ഒന്ന്, ഹോർമോണൽ ചേഞ്ചസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങള്, ഇതൊക്കെ ബയോളജിക്കൽ ഫാക്ടർ. ഇതിൽ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നത്. കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ചിലരുടെ പേഴ്സണാലിറ്റി ഭയങ്കര വൾണറബിൾ ആയിരിക്കും, അവർ ഇന്നേറ്റ്ലി അങ്ങനെ ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പെട്ടെന്ന് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അവരുടെ. അപ്പൊ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ വരുന്ന സ്ട്രെസ്, എന്തെങ്കിലും ലൈഫിൽ ഉണ്ടാവുന്ന ട്രോമാസ്, അതൊക്കെ വരുമ്പോ ഇത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിലായിരിക്കും മേ ബി ട്രിഗർ ആവുന്നത്. അതാവാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ സോഷ്യൽ സപ്പോർട്ടിന്റെ കാര്യം, വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല, ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല, എല്ലാം മാനേജ് ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സ്ഫുള്ളി മദർഹുഡിൽ പോയിട്ടുള്ള ഒരുപാട് മദേഴ്സിനെ അറിയാം എനിക്ക്. അവർക്ക് കുഞ്ഞ് ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ അത് നോക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഇല്ലാത്ത പോലും വേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കഴിഞ്ഞ് അടുത്ത കുഞ്ഞിലേക്ക് ഗ്യാപ്പ് വേണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഫോഴ്സ്ഫുള്ളി വീണ്ടും രണ്ടാമത് മദർഹുഡിലേക്ക് പോണ്ടി വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ മാരിറ്റൽ സ്ട്രെസ്സസ്, അവിടെ ഹസ്ബൻഡ് വൈഫ് കോൺഫ്ലിക്റ്റുകള്, ഫാമിലി എന്നുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇങ്ങനെയുള്ള കുറെ എക്സ്പെക്ടേഷൻസ്, ഇങ്ങനെ പല കാരണങ്ങളാവാം ഒരു വ്യക്തിനെ എവിടെ കൊണ്ടെത്തിക്കുന്നത്, പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതിൽ ഒരു ഫാക്ടർ ആവണമെന്നില്ല, ചില വ്യക്തികൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഏതാണ് കാരണം എക്സാക്ട്ലി നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല, ബയോ സൈക്കോ സോഷ്യൽ മോഡലിനെ പറയാൻ പറ്റില്ല. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മെന്റൽ ഹെൽത്ത് കണ്ടീഷനിലോട്ടും അല്ലെങ്കിൽ ഓരോ മെന്റൽ ഇൽനെസ്സിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ അല്ലേ? ഓക്കെ മാം, ഓക്കെ ക്ലിയർ ആണ്. യെസ് മാം. വളരെ പരിചയമുള്ള ഒരു ശബ്ദം, സുമാ മാമിന്റെ ശബ്ദം. അതെ, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ. ഡയഗ്നോസിസ്, എവിടുന്നാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക, ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോർമലി എല്ലാ സൈക്കോളജിസ്റ്റുകളും നമ്മളെല്ലാം റെഫർ ചെയ്യുന്ന ബുക്കാണ് DSM. ICD-ൽ അത്ര ക്ലിയർ ആയിട്ടില്ല, ഇനി വരുന്ന എഡിഷൻസിൽ കുറച്ചും കൂടി ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ അതൊരു സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ. DSM-ലാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പെരിപാട്ടം ഓൺസെറ്റ് എന്നുള്ള പേരിലാണ് കേട്ടോ. അതായത് മൂഡ് ഡിസോർഡേഴ്സ് വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് വിത്ത് പെരിപാട്ടം ഓൺസെറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്
ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. എങ്ങനെയാണ് ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുക്കേണ്ടത്, ഹിസ്റ്ററി എങ്ങനെ എടുക്കാം, അതിന്റെ കോസസ് എന്തൊക്കെയായിരിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും DSM-ൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞതാ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ DSM റെഫർ ചെയ്യാം. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ ഈവൻ തൈറോയ്ഡ് ഇൻഫെക്ഷൻ, അതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരു അമ്മ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഫെക്ഷൻസ് പോലും അത് പല വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. ഇത്രയും കെയറോട് കൂടിയാണ് ആ ഒരു പീരീഡ് അമ്മ കൊണ്ടു നടക്കുന്നത്. എന്നാൽ പോലും ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ വേണം വെച്ചായിരിക്കില്ല, അറിയാതെയൊക്കെ സംഭവിക്കാം. ഒരു പനി വന്നാൽ, ഒരു ഇൻഫെക്ഷൻ വന്നാൽ അതൊക്കെ എന്താവും, അവിടെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ്. കുറെ ആൾക്കാർ ഇതൊക്കെ ഞാൻ ക്ലാസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവസാനം ചോദിക്കും, എന്നിട്ട് എല്ലാവർക്കും വരുന്നില്ലല്ലോ. എല്ലാവർക്കും വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് കുറച്ചും കൂടി വീട്ടില് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സിവിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് ജനിച്ച് വിത്തിൻ ഹവേഴ്സ് ആയിരിക്കും ചിലവരുടെ റിയാലിറ്റി പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ എടുക്കില്ല, കുഞ്ഞിന് പാല് കൊടുക്കില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ അടുത്ത് കിടത്തില്ല, കുഞ്ഞ് അവരുടെ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റലൈസേഷനെ വഴിയുള്ളൂ. ആദ്യം അവർക്ക് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കും. ആന്റിസൈക്കോട്ടിക്സ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആന്റി ഡിപ്രസൻസ് വേണ്ടി വന്നാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോള് വരുന്നത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ള റോള് വരുന്നത്. എമർജൻസി ഇന്റർവെൻഷൻ ആദ്യം കൊടുത്തിരിക്കണം. പിന്നെ ആദ്യം ഹോസ്പിറ്റലൈസ് ചെയ്യണം, മെഡിക്കേഷൻസ് എടുക്കണം, ഇതെല്ലാം ചെയ്യണം. അതിന്റെ ഒരു വശത്ത് കൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഈ പറഞ്ഞ കൗൺസിലിംഗ് കൊടുക്കുക. സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫാമിലി കൗൺസിലിംഗും ഈ ഒരു അവസ്ഥയെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗ്ലക്ട് കുട്ടിയോട് കാണിക്കുകയാണ്, അതല്ലെങ്കിൽ സെൽഫ് ഹാമിങ്ങോ കുഞ്ഞിനെ ഹാം ചെയ്യുന്ന പോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലൈസേഷൻ ആണ് പോസിബിൾ. അവിടെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ആന്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. എക്സാമ്പിൾ ഞാൻ മെഡിക്കേഷന് കൊടുത്തുന്നേ ഉള്ളൂ, നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റില്ല. അത് സൈക്കാട്രിസ്റ്റ് തന്നെയാണ് എഴുതുക. നോർമലി നമ്മൾ സൈക്കോട്ടിക് മെഡിക്കേഷൻസ് ആണ് ഈ പറഞ്ഞ റെസ്പെറിഡോണും ഹാലോപെരിഡോളും ഒക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ദെൻ മൂഡ് സ്റ്റെബിലൈസേഴ്സ് കൊടുക്കും ഇവർക്ക് ഈ പറഞ്ഞ പോലെ മൂഡ് ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ കൊടുക്കുമ്പോൾ അവർ ഈ ബ്രസ്റ്റ് ഫീഡിങ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ അളവിൽ മാറ്റങ്ങൾ വരുത്തും. എന്ന് വെച്ചാൽ ഡോസ് മാറ്റം വരുത്തും. കുഞ്ഞിനും പാല് കൂട്ടുന്നതാണല്ലോ, അപ്പൊ അത് അവര് ചെയ്തോളും. സൈക്യാട്രിസ്റ്റിനെയാണ് അപ്പൊ ആദ്യം കാണിക്കുക ആ ഒരു കണ്ടീഷൻ. ഇനി ചിലവരിൽ ഭയങ്കര സിവിയർ കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാല് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടും ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വയം സൂയിസൈഡ് ചെയ്യും എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഹൈ സൂയിസൈഡൽ റിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫാന്റിസൈഡിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുക ECT ആണ്. അത്ര നമുക്കറിയാം ECTക്ക് ഒരുപാട് എത്തിക്കൽ റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ അത് നമ്മൾ അത്രയും സിവിയർ കണ്ടീഷൻസിൽ മാത്രമാണ് അതിന്റെ ഒരു ലെവലൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. അപ്പൊ ഒരു ഹൈ സൂയിസൈഡൽ റിസ്ക് ഉണ്ട്, ഇൻഫാന്റിസൈഡ് ഉണ്ടെങ്കിൽ അവിടെ ECT കൊടുക്കാറുണ്ട്. പിന്നെ സ്ലീപ്പ് ഷെഡ്യൂൾസ് അവർക്ക് കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ആദ്യം ഹോസ്പിറ്റലൈസേഷൻ, ECD, ആന്റിസൈക്കോട്ടിക് ഏറ്റവും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ. ഇതിനൊരു മീഡിയം ലെവൽ ആണെന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മളൊരു റിക്കവറി സബ് അക്യൂട്ട് ഫേസിനോ റിക്കവറി ഫേസിനോ ഒക്കെ വരെ ഈ സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ആയി, അതായത് മെഡിസിൻ ഒക്കെ എടുത്തു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സൈക്കോ എഡ്യൂക്കേഷൻ. അത് നമ്മളാണ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞിന് അമ്മയ്ക്ക് അതിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇത് നോർമലാണ്, ഇങ്ങനെ ഉണ്ടാവാം, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട റിലാക്സേഷൻ ടെക്നിക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുക അവരെ എന്നുള്ളതാണ്. ഇത് വീണ്ടും റിലാപ്സ് ചെയ്യാനുള്ള സാധ്യത, ഇപ്പൊ നിങ്ങൾ മെഡിസിൻ എടുത്ത് കുറഞ്ഞു വീണ്ടും റിലാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കണം. അതായത് ഇവര് ഹോസ്പിറ്റലിൽ വന്ന ഉടനെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും, ഇത് വീണ്ടും റിലാപ്സ് ആവും. അതൊരു കോഴ്സാണ്. നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് മെഡിക്കേഷൻ കഴിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതാണ് ആദ്യം ചെയ്യുക. ദെൻ ബേബി ബ്ലൂവും പോസ്റ്റ്മോർട്ടം സൈക്കോസിസും ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം
ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ധരിപ്പിക്കണം. ഇവർക്ക് നമുക്ക് ഓൾറെഡി കുറെ സ്റ്റിഗ്മാസ് ഉണ്ടല്ലോ സൈക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് നോർമൽ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ കുഞ്ഞുണ്ടായി കുറച്ച് നാളൊരു ഡൗൺ ആയി തിരിച്ചു വരുന്ന കണ്ടീഷൻ അല്ല. അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി എന്നുള്ളതാ പറയാ, സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി എന്നാ പറയാ. ഒന്നുമില്ല, നമ്മൾ മെയിനായിട്ട് വളരെ ജെന്റിലായിട്ട് വേണം. അവരെ വേദനിപ്പിക്കുന്ന പോലെ, കുറ്റപ്പെടുത്തുന്ന പോലെ, കൺഫ്രണ്ട് ചെയ്യുന്ന പോലത്തെ ഡിസ്കഷൻസ് ആവരുത്. അവരുടെ കോൺഫിഡൻസ് കൂട്ടാം. അവർക്ക് കുറ്റബോധം തോന്നും ഭയങ്കര കൂടുതലായിരിക്കും. കാരണം സ്വന്തം കുഞ്ഞാണല്ലോ, എന്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റിയില്ല, എന്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഭയങ്കരമായ കുറ്റബോധവും നാണക്കേടും ഒക്കെ അവരുടെ ഉള്ളിൽ ആ മൊമെന്റിൽ ഉണ്ടാവും. മെഡിസിൻ കഴിച്ച ഒരു നോർമൽ ആകുമ്പോഴാണ് ഇതൊക്കെ അവരുടെ മൈൻഡിൽ കൂടുതൽ വരിക. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യണം. അത് നോർമൽ ആണെന്നും ഇത് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും അതില് തെറ്റൊന്നുമില്ല, ഷെയിം ചെയ്യേണ്ട അല്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി അവരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യുക. അതേപോലെ ഫാമിലി തെറാപ്പി കൊടുക്കണം. ഹസ്ബൻഡിനെയും അതേപോലെ റിലേറ്റീവ്സിനെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അവരുടെ ബിഹേവിയർ വരുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ മോണിറ്റർ ചെയ്യാനും ഇവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം കൊടുക്കുക. അതായത് ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്തൊക്കെയാണ് ഇവരെ സ്ട്രെസ് ചെയ്യുക, ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ ഒരു മേഖലയിൽ വേണം സപ്പോർട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തെറാപ്പി കൊണ്ടുപോകാനായിട്ട്. ലോങ് ടേം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യം സിവിയർ ആയിട്ടുള്ള ഘട്ടം ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ഫാമിലിക്കും ആ വ്യക്തിക്കും നമ്മൾ എന്ത് കൊടുത്തു, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തു, ആ ഒരു അവസ്ഥയെ പറ്റി കംപ്ലീറ്റ് ഒരു അവയർനെസ് കൊടുത്തു. ഇനി ഇത് വീണ്ടും വരരുതല്ലോ. അല്ല, കുഞ്ഞ് വളർന്നു വലുതാവാൻ ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇത് വീണ്ടും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇനി ഒരു പ്രഗ്നൻസി പീരീഡ് അവർക്ക് ഉണ്ടാവാം. അപ്പൊ അത് വരാതിരിക്കാൻ CBT കൊടുക്കാം. ഒരു ലോങ് ടേം മെയിൻ്റനൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് CBT കൊടുക്കുക എന്നുള്ളത്. അവർക്ക് അതിന് ശേഷം ആൻസൈറ്റീസ് ഉണ്ടാവാം, ചെറിയ രീതിയിലുള്ള ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് തെറ്റായിട്ടുള്ള ഡിസ്റ്റോർഡർ തിങ്കിങ് ഉണ്ടാവും, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അപ്സെറ്റ് ആയി കിടക്കുന്ന അവരുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ അവർക്ക് ഒട്ടും യൂസ്ഫുൾ ആവാത്ത ബിഹേവിയേഴ്സിനെ, അവരുടെ നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു റിയാലിറ്റിയിലോട്ട് അവരെ കൊണ്ടുവരാനായിട്ട് എന്ത് സഹായിക്കും, CBT സഹായിക്കും. ഇവിടെയൊക്കെ നമ്മുടെ റോളാണ്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് റോളില്ല, മെഡിക്കേഷന്റെ സൈഡിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷനും ECT ഒന്നും നമ്മുടെ സൈഡല്ല, അത് സൈക്യാട്രി ആണ്. അത് കഴിഞ്ഞ് കൊടുക്കുന്ന സപ്പോർട്ടീവ് തെറാപ്പി ആയാലും, അതായത് സൈക്കോ എഡ്യൂക്കേഷൻ സൈഡ് ആയാലും, CBT ആയാലും, ദെൻ ഇന്റർപേഴ്സണൽ തെറാപ്പി ആയാലും, പ്രിവെൻഷൻ പ്ലാനിങ് ഒക്കെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ റോളാണത്. അപ്പൊ ഇവിടെ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് കേട്ടിട്ടുണ്ട്. റോജേഴ്സിന്റെ അല്ല, റോജേഴ്സിന്റെ ക്ലയന്റ് സെന്റർ തെറാപ്പിയാണ്. ഇത് ഇന്റർപേഴ്സണൽ തെറാപ്പി. ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും 4 ഏരിയാസ് വരുമ്പോഴാണ് ഇന്റർപേഴ്സണൽ തെറാപ്പി എടുക്കാം. ഇത് ഇവിടെ മാത്രമായിട്ടുള്ള കോമൺ ആയിട്ട് പറയുന്നതാണ്. അതായത് നമുക്കിപ്പോ എന്താ പറയാ, ഗ്രീഫ് ഉണ്ടാവുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും നഷ്ടം, ഗ്രീഫ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത്. ദെൻ നമുക്ക് റോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത്, ആളുകളായിട്ടുള്ള ബന്ധങ്ങളില് പ്രശ്നങ്ങള്, പാർട്ട്നേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകൾ, കോൺഫ്ലിക്റ്റുകൾ വരുന്ന സമയത്ത്. ദെൻ റോൾ ട്രാൻസിഷൻ, അതാണ് ഇവിടെ. അതായത് നമ്മൾ ഒരു റോളിൽ നിന്നും ഒരു സ്ത്രീ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇനി അമ്മ എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ആ റോളിലോട്ട് മാറുകയാണ്. ശരിക്കും ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആണ് ഉണ്ടാവുക. വലിയൊരു ട്രാൻസിഷൻ ടൈം തന്നെയാണ് അത് മദർഹുഡ് എന്ന് പറയുന്നത്, ബിക്കമിങ് എ മദർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം അവിടെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഒന്നും എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല, പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, പല സ്ട്രെസ് ഉണ്ടാവും, പല ആൻസൈറ്റി ഉണ്ടാവും, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത പ്രശ്നം, അങ്ങനെയുള്ള ഏരിയാസിൽ. ദെൻ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇല്ലായ്മയില് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ് ഉള്ളത്, അതായത് എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മാനേജ് ചെയ്യണം, ആളുകളായിട്ട് എങ്ങനെ ഇടപഴകണം, ഇതൊന്നും അറിയില്ലെങ്കിൽ അവിടെയൊക്കെ ഇന്റർപേഴ്സണൽ തെറാപ്പി ഉപയോഗിക്കും. അപ്പൊ ഈ 4 കണ്ടീഷനിലാണ് ഉപയോഗിക്കുക. ഒന്ന്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന റോൾ ട്രാൻസിഷൻ, ദെൻ ഗ്രീഫ് ആൻഡ് ലോസ്, റോൾ ഡിസ്പ്യൂട്ട്, അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ്സ്. 4 ഏരിയാസിൽ ഉപയോഗിക്കുന്ന തെറാപ്പിയാണ്
ഇത് വരുന്നത്. ഇത് നമ്മൾ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഒക്കെ ചെയ്യാം. കൂടുതലും ഷോർട്ട് ടേം ആണ്. ഇപ്പൊ ഒരു ഷോർട്ട് ടേം എന്നൊക്കെ പറയുമ്പോൾ ഒരു 12 to 16 വീക്സ് ആ ഒരു രീതിയിൽ. ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിലും കുറവ് ചെയ്യുന്നതുണ്ട്. പക്ഷെ ഇത് IPT നമ്മൾ നോർമലി ഒരു 12 മുതൽ 16 ആഴ്ച വരെ എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു സെഷൻ വെച്ചിട്ട് പോവാന്നുള്ളതാണ് മാം വരാം. അപ്പൊ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ സിറ്റുവേഷൻ ഏതാ? 4 ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ്. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു ആളോട് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല, എങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നറിയില്ല, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻ, അതായത് ആളുകൾക്കിടയിൽ ഇന്റർപേഴ്സണൽ എന്നാണ്, 2 വ്യക്തികൾക്കിടയിൽ. അത് ക്ലിയർ അതല്ലേ ചോദിച്ചത്? യെസ്, 4ാമത്തെ സിറ്റുവേഷൻ. അതെ, ഇന്റർപേഴ്സണൽ Deviant. ഡെഫിസിറ്റ്. ഗ്രീഫ് ആൻഡ് ലോസ്, റോൾ ഡിസ്പ്യൂട്ട്, റോൾ ട്രാൻസിഷൻ, ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ്. 4 കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് മെയിൻ ആയിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ പറയുന്നത്. ഇവിടെ കുറച്ചുപേര് അറിയാന്ന് പറഞ്ഞു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു തെറാപ്പി എന്താന്ന് ബ്രീഫ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ആദ്യം നമ്മളൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കും. നമ്മളൊരു റാപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവരുടെ ഫീലിങ്സ്, ഇവരുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ദെൻ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ടോൺ, ടൈമിങ്, അവരെങ്ങനെ വേർഡ് ചോയ്സ് എടുക്കുന്നത്, നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആ രീതിയിൽ നിന്ന് ഇവരുടെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ എങ്ങനെയാ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ദെൻ റോൾ പ്ലേസ് ഒക്കെ നടത്താം. കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരാളോട്ട് ഇപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യണതാണെങ്കിൽ എങ്ങനെ ഒരാളായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാം, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാം. കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ സഹായിക്കാം. ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്നതിന് പകരം വളരെ തോട്ട്ഫുൾ ആയിട്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാന്ന് പറയില്ലേ, അതിനവരെ സഹായിക്കാം. റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അഫെക്ഷന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ചില ആളുകളുണ്ട് നമ്മൾ പറയില്ലേ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാതെ എക്സ്പ്രസ് ചെയ്താലേ മറ്റേയാൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അത് തന്നെയാണ് എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ നമ്മുടെ ഒരു ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്. അങ്ങനെ നമ്മുടെ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാം, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് IPTയിൽ മെയിൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് റോൾ ട്രാൻസിഷൻ ആണ് മെയിൻ പ്രശ്നം. ഈ പറഞ്ഞ പോലെ സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. നമുക്കൊക്കെ കാണുമ്പോൾ പലയിടത്തും കാണുമ്പോൾ തമാശയായിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയസിലൊക്കെ ഈ ഒരു സ്റ്റേജിനെ കളിയാക്കിയൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. കോമഡിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും മദർഹുഡിനെ കളിയാക്കി ഇടുന്ന കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. പലയിടത്തും കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് തോന്നി, എങ്ങനെയാണ് അത് പറ്റുന്നത്? ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ഫാമിലിയില് ഒരു അമ്മ ഉണ്ടാവും. ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അപ്പൊ അങ്ങനെ ഇത് ഇവരിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോ വേറൊരു കേസിൽ ഉണ്ടായ സമയത്ത് അവര് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കേസാണ്. ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല കേട്ടോ, ഇത് വേറൊരു അവസ്ഥയാണ്. അപ്പൊ അതിൽ പറഞ്ഞു വന്നപ്പോ അവരുടെ ആ ഒരു പ്രീനേറ്റൽ പീരീഡും ദെൻ കുഞ്ഞുണ്ടായ സമയത്തെയും സിറ്റുവേഷൻസ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്താണ്. അവരൊരു അത്യാവശ്യം വലിയൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഹസ്ബൻഡ് അനിയൻ, അവരുടെ ഫാമിലി, ദെൻ പിന്നെ ആരാണ് അമ്മാവന്റെ വൈഫ് എന്തോ ഉണ്ട്, അങ്ങനെയാ പറഞ്ഞു, മാമി എന്നാ പറയുന്നത്, മീൻസ് അമ്മാവന്റെ വൈഫ് എന്ന് തോന്നുന്നു. അങ്ങനെ ദെൻ അച്ഛൻ, അമ്മ, വേറൊരു അനിയത്തി, അവനിയത്തി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വലിയൊരു ഫാമിലിയിലാണ് ഈ പെൺകുട്ടി. അത്യാവശ്യം ഏജ് ആയിട്ട് കേട്ടോ ഇപ്പൊ. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂന്ന് പാസ്റ്റിൽ വന്ന കഥയാണിത്. അവരുടെ കുട്ടികൾ ഉണ്ടായ സമയത്ത് പ്രീനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള കെയറും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ കാര്യമായിട്ടുള്ള ഒരു കെയറും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവര് തന്നെ രാവിലെ ഇരുന്നേക്കും, പ്രഗ്നൻസി പീരീഡിലും എല്ലാ കാര്യങ്ങളും ചെയ്യും. വയ്യാതാകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കും, വീണ്ടും വരും, വീട്ടിലെ പണികളൊക്കെ ചെയ്യും. വലിയൊരു വീടുമാണെന്ന് പറയും. ആ വീടൊന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേ എന്റെ ഒരു അവസ്ഥ തീരുമെന്ന് പറയും. അത്രയും വലിയൊരു വീട് ക്ലീൻ ചെയ്ത് കുഞ്ഞിന് പ്രസവം ടൈം പീരീഡ് മൊത്തം അങ്ങനെയൊക്കെ പോയി. പിന്നെ അവർക്ക് പ്രസവ സമയത്ത് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാത്തതുകൊണ്ട് അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് പലപ്പോഴും ഓവർവെൽമിങ്, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പുറത്ത് കൊണ്ടുപോയിട്ടില്ല. എന്നാൽ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ, പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഫാമിലി ഒന്നല്ല. പക്ഷെ അവരൊന്നും പുറത്ത് കൊണ്ടുപോയിട്ടില്ല. അവർക്ക് വേണ്ട, ഇഷ്ടമുള്ള എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനത്തെ ഒന്നും അവരുടെ ലൈഫിൽ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായ സമയത്താണെങ്കിലും കുട്ടി അവിടെ കിടന്ന് കരയും. ഇവർ അടുക്കളയിൽ എന്തെങ്കിലും പണിയാൻ കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പോയിട്ട് ആ കുഞ്ഞിനെ എടുക്കില്ല എന്നാ പറയാ.
ആ കുഞ്ഞിനെ പോയി എടുക്കേ നോക്കേ ചെയ്യില്ല. ഈ കുഞ്ഞിവിടെ കരയുമ്പോഴേക്കും ഇവിടുന്ന് വിളിക്കുവാണെങ്കിൽ നീ ആ കേൾക്കണില്ലേ കുഞ്ഞ് കരയണത്, അതിനൊന്ന് എടുത്തൂടെ? ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു വീട്ടില് ആ കുഞ്ഞിനെ എടുക്കാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ തന്നെ ഓടി വരണം. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിപ്പോ ഒരാളുടെ കേസല്ല. ഒരു പറയാം ഞാൻ എന്തോ എനിക്ക് അറിയില്ല, ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ വെച്ച് എനിക്ക് സൂസൈഡ് ചെയ്താൽ പോയി, അങ്ങനെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രസവം കഴിഞ്ഞ് ആദ്യം കുറച്ചു നാള് പെൺകുട്ടിയുടെ വീട്ടിലാണല്ലോ നിൽക്കുക, അവിടെ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങ് വന്നപ്പോഴേക്കും അവർ നേരത്തെ വിളിച്ച് കൊണ്ടുവരികയും ചെയ്തു, അവിടെ അധികം നിർത്താതെ ഇവിടെ കൊണ്ടുവന്ന് പറയാ എന്തിനു വേണ്ടി എന്നെ കൊണ്ടുവന്നോന്ന് അറിയില്ല, വീട്ടില് ജോലികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ കൊണ്ടുവന്നത്. അത്രയും അധികം ജോലി ചെയ്ത് ഈ കുഞ്ഞിനെ നോക്കി അതിന്റെ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവര് വീണ്ടും പ്രഗ്നന്റ് ആയി. അവരൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അവർ അറിഞ്ഞു പോലുമില്ല പ്രഗ്നന്റ് ആണെന്ന്. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർ വീണ്ടും പ്രഗ്നന്റ് ആണ്. അപ്പൊ 2 കുഞ്ഞുങ്ങൾ, വലിയ പ്രായ വ്യത്യാസം ഇല്ലാതെ 2 കുഞ്ഞുങ്ങളും എനിക്ക് തോന്നുന്നു 7 months 8 months അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെ ഓർമ്മ നിങ്ങൾക്ക് ഊഹിക്കാലോ, സോഷ്യൽ സ്റ്റിഗ്മാസ്, ഇത്ര പെട്ടെന്ന് അടുത്ത കുഞ്ഞിനെ പറ്റി എന്തിനാ ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് കുഞ്ഞുണ്ടാവാൻ കാരണം അത് വേറെ. അങ്ങനെ അവര് കുറേ ഇഷ്യൂസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് എന്തുണ്ടായി ഇവരെ ബാധിച്ചു. ഇവര് ഇപ്പോഴും പറയുന്നത് ഇന്ന് എനിക്ക് ശരിക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നത് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത്രയും പലവട്ടം കുഞ്ഞിനെ കൊന്ന് ഞാനും മരിച്ചാലോ എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തോ എനിക്ക് അതിന് പറ്റാത്തത് കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വന്ന കുറെ ആളുകളും ഉണ്ടാവും കേട്ടോ ഇതില്. ചിലപ്പോ ഇത് ഒരു കേസല്ല കേട്ടോ, ഞാനിപ്പോ ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയാറുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ ഒരു തരത്തിലും ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അത് കുഞ്ഞിനെ ബാധിക്കുന്നത് ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന് പറയാൻ വന്നത്, കേസിലോട്ട് പോയി അറിയാതെ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തു, ഫാമിലി തെറാപ്പിയുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്നതാണ്. എങ്ങനെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാം, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഒരു സോഷ്യൽ സപ്പോർട്ട് നേടാം, ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ നോക്കാം. ദെൻ എങ്ങനെയാണ് ഇത് വരാതിരിക്കുക, റിലാപ്സ് ആവാതിരിക്കാനുള്ള ശ്രമം. ഇപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഉറക്കക്കുറവോ മൂഡ് ചേഞ്ചോ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ആളുകളാണെങ്കിലും അടുത്തൊരു പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഒരു മെന്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് വെക്കുക, തെറാപ്പിയൊക്കെ എടുത്തു ഒരു പ്രീ മെന്റൽ ഹെൽത്ത് പ്ലാൻ റെഡിയാക്കുക എന്നുള്ളതാണ്. പിയർ ഗ്രൂപ്പ് സപ്പോർട്ടുകൾ ഉണ്ടാവാം അല്ലെ. ഉറപ്പായിട്ടും ഈ PPP അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സൈക്കോസിസ് തുടങ്ങിയ അവസ്ഥയിലൂടെ പോയി മദേഴ്സായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് അത്തരം എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി റിലാപ്സ് ഒക്കെ തടയാൻ പറ്റും. ഇവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങോട്ടുള്ള ഒരു പിയർ സപ്പോർട്ട് ഒക്കെ കൊടുക്കാം. ആ ഒരു രീതിയിൽ റിലാപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 100% ഒന്നിലും പറയാൻ പറ്റില്ല, വരാം, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വരാം. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ദെൻ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എഫക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ആവാറുണ്ട്. അതായത് കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ ഓൾമോസ്റ്റ് ആളുകളും റിക്കവർ ആയിട്ട് വരാറുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു പ്രഗ്നൻസി വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത് കൂടി വരുന്നത്. റിക്കറൻസ് ഉണ്ടാവാൻ ഒരു 30 മുതൽ 50% വരെ ആദ്യ തവണ ഉണ്ടായ ആളുകൾക്ക് രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. ദെൻ നമ്മൾ എന്താ പറയാ, ഒരു കൗൺസിലിംഗ് പ്രഗ്നൻസിക്ക് മുന്നേ ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ, ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ എടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് തടയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രഗ്നൻസിക്ക് മുന്നേ ഒരു കൗൺസിലിംഗ് എടുക്കുക എന്നുള്ളത്, ഒരു അവയർനെസ് എടുക്കുക എന്നുള്ളത്. കൗൺസിലിംഗ് എന്ന് പറയുന്നതിനേക്കാളും അത് അമ്മ മാത്രമല്ല
കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്ന ഒരു വ്യക്തിയും ഫാമിലിയും അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണെന്ന് എനിക്കിങ്ങനെ പലതും കാണുമ്പോൾ തോന്നാറുണ്ട്. Then പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേസസ് ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണ് സ്ത്രീകളെ സംബന്ധിച്ച്. ദെൻ നമ്മുടെ നാട്ടിൽ വേറെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ബാധ കൂടിയതാണ്, ദെൻ ഈവിളായി കണ്ണു തട്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇന്നത്തെ കാലത്തും ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാത്ത ആളുകളുണ്ട്. ഇത് അത് അതിൽ തന്നെ കംപ്ലീറ്റ്ലി മിത്ത് റിലേറ്റഡ് ആയിട്ട് വിശ്വസിച്ച് പോകുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ എന്താ പറയാ, ഈവൻ ഒരു കുറച്ച് നാട്ടിൻപുറങ്ങളിലേക്ക്, ടൗൺ ഏരിയാസിൽ ഇപ്പൊ ജീവിക്കുന്ന ചില ആൾക്കാർ പറയും ഇന്നും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഈവൻ എന്റെ ഹസ്ബൻഡ് ഏരിയയിലൊക്കെ പോയിട്ട് അവിടെ ഞാൻ പോയിട്ട് പറയുന്ന സമയത്ത് പറയും, നിങ്ങൾ എന്താ ഈ കണ്ണ് തട്ടുന്ന കാര്യമൊക്കെ ആരാ സംസാരിക്കുക, എന്നൊന്നും ആരും സംസാരിക്കുന്നത് കേൾക്കാറില്ലല്ലോ. അവരുടെ ഏരിയയിൽ മേ ബി കേൾക്കണ്ടാവില്ല, പക്ഷെ എന്റെ കുറച്ചും കൂടി നാട്ടിൻപുറം ആയതുകൊണ്ടും നമ്മുടെ അവിടെയൊക്കെ ഇപ്പോഴും ഈ കണ്ണ് തട്ടുന്നതിൽ വിശ്വസിക്കുക. ദെൻ അതൊരു വിശ്വാസമായിരിക്കാം, പക്ഷെ അസുഖം വരുമ്പോഴും അത് ഇതുകൊണ്ടാണ് എന്ന് വെച്ച് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കണ്ണ് തട്ടി ഒക്കെ വയ്യാതായി ഹോസ്പിറ്റലിൽ പോവുക, കാണിക്കുക, അതിന് മുതിരാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ ബാധ കയറിയതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, അതും വേണ്ട എന്തൊരു മെന്റൽ ഹെൽത്ത് ഇൽനസ് ആണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ചു മാസം മുന്നേ UP-യിലോ നോർത്തില് മാസ് ഹിസ്റ്റീരിയ ഉണ്ടായ സമയത്ത് കുട്ടികൾക്ക് ബാധ കയറിയതാന്നാണ് അവിടെ പ്രചരിച്ചത്. പക്ഷെ അത് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരുന്നു, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. അത് ഒരാളിൽ വന്നു, ആ വിശ്വാസം അടുത്ത ആളിലോട്ട് വന്നു, അങ്ങനെ എല്ലാ കുട്ടികളും ആ രീതിയിൽ കുറച്ച് കുട്ടികൾ ഒരേപോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരതിനെ എങ്ങനെ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴും അങ്ങനത്തെ വിശ്വാസങ്ങൾ നമ്മുടെ അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല. മെന്റൽ ഹെൽത്ത് മേഖലയ്ക്ക് അല്ലെങ്കിൽ അത്തരം ഇൽനെസസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ വിശ്വാസങ്ങൾ, പ്രസവം കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നോർമലാണ്, ഇതിന് ഇത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംസാരങ്ങളും വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഒരു കുറച്ച് കേസ് ഞാൻ പറയാം. റീസെന്റ് നമ്മുടെ നാട്ടിലുണ്ടായ കേസസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന കേസസ്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? Yes, Yes, ma'am. ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, റീസെന്റ് നമ്മുടെ കേരളത്തിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ആർക്കെങ്കിലും അറിയോ, കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? 2 കേസുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടതോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ കേസിനെ പറ്റി? കേസല്ല, ഇത് റിയൽ ഇൻസിഡന്റ്. കേസ് എന്ന് പറയുന്നത് റിയൽ ഇൻസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർക്കുന്നില്ല, ആരും കേട്ടതായിട്ട് ഓർക്കുന്നില്ല. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഓക്കെ. 2 കേസാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ റീസൺ ഒരു സമയം എടുത്തു കഴിഞ്ഞാല്, ഒന്ന് കോവിഡ് കഴിഞ്ഞ സമയത്ത്, കോവിഡ് ടൈമിലായിരുന്നു ദിവ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കേസ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയും അവളെ സ്വയം സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത്, മീൻസ് അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് അവളെ അറസ്റ്റ് ചെയ്ത് മെന്റൽ ഹെൽത്ത് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റാണ്, സൈക്കാട്രിക് കെയറിലോട്ട് മാറ്റാണ് ചെയ്തത്. അതായത് കുഞ്ഞിനെ മുന്നേ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വീട്ടുകാര് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആദ്യം ഈ ഒരു പില്ലോ വെച്ച് കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, അത് ഇവര് ശ്രദ്ധിക്കാതെ പോയി, പിന്നെ വീണ്ടും കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി ബക്കറ്റിലിട്ട് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ. ചാറ്റിൽ എന്തൊക്കെയോ മെസ്സേജ് ഒരു മിനിറ്റ് നോക്കിയിട്ട് കേട്ടിട്ടുണ്ട് എന്നായിരിക്കും, കേട്ടിട്ടുണ്ട്. അമ്മമാർ ചെയ്തു തോന്നും നമുക്ക് പെട്ടെന്നുള്ള റിയാക്ഷൻ. എനിക്കിത് മനസ്സിലായില്ല, സോണിയുടെ ഡൗട്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്താന്ന്, എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് എന്താന്ന് ക്ലിയർ ആയില്ല. ദെൻ ഇപ്പൊ റീസെന്റ് മെയ് 2024 ഇതേപോലെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് നിന്ന് വലിച്ചെറിഞ്ഞു റോഡിലോട്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസ് കണ്ടെത്തുകയും അത് അമ്മയാണ് എന്ന് മനസ്സിലാക്കുകയും അവരെ നോക്കിയ സമയത്ത് അവർക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണ്, സോ അവരെ ട്രീറ്റ്മെന്റിലോട്ട് വിട്ടു എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞിനെ വലിച്ചെറിയുന്ന ചില കേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് അതെല്ലാം സൈക്കോസിസ് കണ്ടീഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. ചില കേസസിലൊക്കെ അവര് ആരും അറിയാതെ ഒരു കുഞ്ഞുണ്ടായി,
അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടി ഈവൻ മെഡിക്കൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ പോലും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലവര് അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ അത് അവരെ ട്രിഗർ ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. നമ്മൾ കേസസ് വരുമ്പോൾ അവിടെ നിന്ന് അവർ സൈക്യാട്രിയിലോട്ട് വിടുകയും അത് കൺഫേം ചെയ്ത ശേഷം മാത്രമായിരിക്കും നടപടികൾ വെക്കുക. അവിടെ പോയിട്ട് അത് കൺഫേം ആണ്, ഇവർക്ക് സൈക്കോസിസ് കണ്ടീഷൻ എന്ന് കൺഫേം ആണെങ്കിൽ അവരെ എങ്ങോട്ട് മാറ്റും? സൈക്യാട്രിക് കെയറിലോട്ട്. ഇതാണ് കേരളത്തിൽ റീസെന്റ് ഉണ്ടായിട്ടുള്ള 2 ഇൻസിഡന്റ്. ഒന്ന് കോവിഡ് ടൈമിലും ഇതൊരു എത്ര ഇയർ ഉള്ള ലേഡി ആയിരുന്നു. മറ്റേത് വളരെ കുറച്ചു ദിവസത്തിനുള്ളിലായിരുന്നു. കുഞ്ഞുണ്ടായി കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് കുഞ്ഞിനെ കൊല്ലാൻ വലിച്ചെറിഞ്ഞത്. വിത്തിൻ ഫ്യൂ അവേഴ്സ് ആണ് എത്തിയിരിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ചിലത് ഹവേഴ്സ് ആയിരിക്കാം, ചിലത് വീക്ക് ആയിരിക്കാം. പക്ഷെ വിത്തിൻ 2 വീക്സ് അതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അമ്മ കുഞ്ഞിനെ കൊന്ന് അമ്മയും മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു മരിക്കും. അമ്മ ഈ പറയുന്ന പോലെ സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലരും രക്ഷപ്പെടുത്തും, പിന്നെ അവർ സൈക്യാട്രിക് വാർഡിലോട്ട് പോകും. ഇങ്ങനത്തെ കേസസ് ആണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ദെൻ ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 31 വയസ്സുള്ള ഒരു ലേഡി നോയിഡയില് സിസേറിയൻ ആയിരുന്നു. അവർക്ക് സിസേറിയൻ കഴിഞ്ഞ ഒരു 5 days കഴിഞ്ഞപ്പോൾ ഇവർക്ക് സൈക്കോസിസ് കണ്ടീഷൻ പ്ലസ് ആൻസൈറ്റി ഉണ്ടായി. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്റെ കൂടെ തന്നെ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, സസ്പീഷ്യസ്, പാരനോയ ഉണ്ടായിരുന്നു, ഡിലൂഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യം. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഫാമിലിയുടെ സൈഡിൽ നിന്ന്. ഓൾമോസ്റ്റ് എല്ലാ കേസസിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തത് വലിയൊരു കോമൺ ആണ് കേട്ടോ. ഈ പറഞ്ഞ എല്ലാ കേസസിലും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്മ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം നമ്മളെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന മൂഡ് ചേഞ്ച് ഒക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവില്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോ ഞാൻ തന്നെ ഒന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ നിന്ന് എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക, ഓക്കെ നമ്മളിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു മദർഹുഡിലോട്ട് കിടക്കുമ്പോൾ അത്രയും കെയർ കിട്ടേണ്ട ഒരു സമയത്ത് ഒരാളെങ്കിലും ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ടീസ് ചെയ്തേനെ, അവരിൽ ആ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയേനെ എന്നുള്ളത്. കാരണം ഹവേഴ്സ് വീക്സിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ കേസ് റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലും ലക്നൌവിലും കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്. റീസെന്റ് ആയിട്ട് ഒരു 4-5 കേസായില്ലേ റീസെന്റ് എന്ന് പറയുന്നത്. ഒരു 2019 to 25 എന്ന് പറഞ്ഞ ഈ ഒരു 10 yearsൽ 5 to 6 കേസസ് തന്നെ നമ്മുടെ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പുറത്ത് വന്ന കേസസ് ആണ്. ഇനിയിപ്പോ ചിലപ്പോൾ നമുക്ക് പുറത്തറിയാത്ത കേസസും ഉണ്ടാവും. അങ്ങനെയും ഉണ്ടല്ലോ. പിന്നെ കുറെ വർഷം കഴിയുമ്പോഴേക്കും അതൊക്കെ പുറത്ത് വരുന്നത്. അങ്ങനത്തെയും സംഭവങ്ങളുണ്ടാവും. റിപ്പോർട്ട് ചെയ്തത് നമുക്കിപ്പോ തന്നെ ഒരു 5 to 6 കേസസ് ആണ് ഇപ്പൊ ഞാൻ റീസെന്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ളത്. അപ്പോ അതിന്റെ ഒരു സിവിയാരിറ്റി നമുക്ക് മനസ്സിലാവും. ഇതിനി കൂടി വരുന്നതായിട്ടാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കറിയാം കൂടി വരുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, സൈക്കോളജി എന്നുള്ള ഒരു മേഖലയുടെ ഇമ്പോർട്ടൻസ് ഇപ്പോ ആളുകൾ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട മേഖലയാണ് സൈക്കോസിസ് അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷൻ. അത് പോസ്റ്റ്മോർട്ടം അല്ല, ഏതൊരു സൈക്കോട്ടിക് കണ്ടീഷനുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴും നമുക്ക് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. അതായത് സൈക്യാട്രി ആയിട്ടും നമ്മുടെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അവരുടെ ഒരു റിക്കവറിക്ക് പറ്റൂ. അപ്പൊ ഞാൻ ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങള്, ഒന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ബേബി ബ്ലൂ ആൻഡ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. ബേബി ബ്ലൂസ് നോർമൽ ആണ്. ഒരു 2 to 5 days അല്ലെങ്കിൽ ഒരു വിത്തിൻ 2 weeks അത് എന്ത് ചെയ്യും, മാറും. 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ വരികയും ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ മാറും. ചെറിയ മൂഡ് ചേഞ്ചസും ഇറിറ്റേഷനും ദേഷ്യവും അതൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. മാസങ്ങളോളം നിലനിൽക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ട്രീറ്റ്മെന്റ് വേണ്ട കണ്ടീഷനാണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വിത്തിൻ ഹവേഴ്സ് ടു 2 വീക്കിനുള്ളിൽ വരും. അവിടെ ഡിലൂഷൻസ്, ഹെലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് ബിഹേവിയേഴ്സ്, മൂഡ് ഇഷ്യൂസ്, ദെൻ അജിറ്റേറ്റ്, കുഞ്ഞിനെ നെഗ്ലക്ട് ചെയ്യുന്ന കണ്ടീഷൻസ്, സ്ലീപ്പ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. ഹൈ ആയിട്ടുള്ള മൂഡ്, അതേപോലെ ലോ ആയിട്ടുള്ള മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പാരനോയ, സംശയം, എല്ലാത്തിനും സംശയം ഉണ്ടാവും. അതിനീ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി, മദർഹുഡോ, then sleep issues, complication, hormonal issues, already psychiatric conditions ഉള്ള ഒരു ഫാമിലിയോ അവർക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അതേപോലെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കൾച്ചറൽ എക്സ്പെക്ടേഷൻസ്, മാരിറ്റൽ സ്ട്രെസ്, ഇതൊക്കെ
ഇതൊക്കെ എന്തായിരിക്കും ഇതിലോട്ട് ബാധിക്കാം. ഇതൊക്കെ ഇതിലോട്ട് കാരണമായിട്ട് വരാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ സിവിയർ സ്റ്റേറ്റ് ആണെങ്കിൽ ആദ്യം നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേ പറ്റൂ. തെറാപ്പി കൊടുക്കണം, ഫാർമക്കോ തെറാപ്പി അഥവാ മെഡിക്കേഷൻ കൊടുക്കണം, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആന്റിസൈക്കോട്ടിക്സ്, ആന്റി ഡിപ്രസൻസ്. ഇൻ കേസ് മേജർ ഡിപ്രഷൻ അതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഇത്തരം മെഡിക്കേഷൻസ് സൈക്യാട്രിയിൽ നിന്ന് കൊടുക്കും. അതേപോലെ അവർ ECT റെഫർ ചെയ്യും. സൂസൈഡൽ അല്ലെങ്കിൽ ഇൻഫാന്റിസൈഡ്, കുഞ്ഞിനെ കൊല്ലുന്ന ഒരു കണ്ടീഷൻ, കെറ്ററ്റോണിയ, സിവിയർ ആയിട്ടുള്ള മൂവ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ECT കൊടുക്കും. അതൊന്നൊന്ന് റിക്കവറി ഫേസിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷൻസ് ഒന്ന് കൺട്രോൾ ആവുന്ന സമയത്താണ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഫാമിലിയുടെ സപ്പോർട്ടിനെ പറ്റി, ഈ ഒരു അവസ്ഥയെ പറ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കും. ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിലാപ്സ് തടയാൻ വേണ്ടി CBT കൊടുക്കണം. നമ്മുടെ തെറ്റായിട്ടുള്ള ഇറേഷണൽ ആയിട്ടുള്ള തോട്ട്സ് മാറ്റിയിട്ട് റേഷണൽ തോട്ട്സ്, യുക്തിപരമായ ചിന്തകൾ അവർക്ക് കൊണ്ടുവരാനും ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയവരെ മാറ്റാൻ കുറെ കൂടി കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് CBTയുടെ ലക്ഷ്യം. ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ട് ഇന്റർപേഴ്സണൽ തെറാപ്പി എടുക്കും. ദെൻ നമുക്കൊരു മാക്സിമം റിക്കവർ ആവാൻ പറ്റാറുണ്ട്. അതേപോലെ ഇത്തരത്തിലുള്ള സ്റ്റിഗ്മാസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ഡിസ്കസ് ചെയ്ത് അത് മാറ്റിയെടുക്കണം. ചില ഫാമിലീസിന് അത് പറഞ്ഞാൽ മനസ്സിലാവും, അവരത് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാവാം. അറിവില്ലായ്മ ഒരു പ്രശ്നമല്ലല്ലോ. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊരു അവയർനെസ് കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൽ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം ഒന്ന് ചോദിച്ചോട്ടെ. ഹലോ, ചോദിച്ചു. നമ്മള് സാധാരണഗതിയിൽ ഇതിന്റെ ഇൻസിഡൻസ് 1000-ൽ 1-2 എണ്ണം എന്നല്ലേ പറഞ്ഞിരുന്നത്? ഹലോ, അതെ, 1000-ൽ 1-2. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം നോക്കുമ്പോഴത് വളരെ തുലവും കുറവായിട്ടല്ലേ കാണുന്നത് ഓൾ ഓവർ ഇന്ത്യയില്. അതെ, അപ്പൊ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു? അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതിന്റെ ഇൻസിഡൻസ് വളരെ കുറവാണോ കമ്പയർ ടു ഫോറിൻ കൺട്രീസ്? അങ്ങനെ നോക്കുമ്പോ ശരിയാണ്. നമ്മുടെ അവിടെ ഒന്ന് നമ്മുടെ കൾച്ചറില് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഉള്ള ഏരിയകളില് ഇങ്ങനത്തെ പല സംഭവങ്ങളും പുറത്തറിയില്ല. എന്ന് വെച്ചാൽ ഒരാള് ഇപ്പൊ എത്രയോ നമ്മൾ എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ പൊതുവെ കുറവാണ്. നമ്മളവിടെ പിന്നെ കുറച്ചും കൂടി പുറത്തേക്ക് അറിയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ. ശരിക്കും പറഞ്ഞാൽ നോർത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പോലും കേട്ട് കേൾവിയില്ലാത്ത കുറെ ആചാരങ്ങള്, വിശ്വാസങ്ങള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രഷറിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ പണ്ട് ടെമ്പിൾസിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന്, പണ്ട് ഉണ്ടായിരുന്നു എന്നാ പറയാ. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. എത്ര കേസസ് നമുക്കറിയാം. റീസെന്റ് ചില റിപ്പോർട്ട്സ് അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ആചാരത്തിന്റെ പേരിൽ തുടരുന്ന കേസസ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരൊക്കെ ഇത് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള മുഴുവനായിട്ടുള്ള റിപ്പോർട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചില ഏരിയാസിൽ മീഡിയാസിന് ഒരു എൻട്രി പോലും ഇല്ലാത്ത ഏരിയാസ് ഉണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ റിപ്പോർട്ട് ചെയ്ത കേസസ് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വെസ്റ്റേൺ കൺട്രീസിലായിരിക്കും കൂടുതൽ. ഇവിടെ കുറച്ചും കൂടി മീഡിയ ആക്സസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോ നമ്മളിപ്പോ നോക്കുമ്പോ 2019 to 25 എന്ന് പറയുമ്പോൾ അത്രയും കുറവ് കേസ് എന്ന് പറയാൻ പറ്റില്ല. 5 കേസെങ്കിലും ഞാനിപ്പോ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇതിൽ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ചുറ്റും കാണുന്ന ഈ റിപ്പോർട്ട് ഒന്നും കംപ്ലീറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എത്രയോ ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം തെളിയുന്ന കേസുകളില്ലേ, അതേപോലെ ചിലപ്പോൾ ഇത് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അത് നമുക്ക് എന്താ പറയാ, ഒന്ന് നമ്മുടെ കൾച്ചറിന്റെ ആണ്. പിന്നെ കുറെ വിശ്വാസങ്ങളുണ്ട്, മീഡിയയുടെ ഇഷ്യൂസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഇന്നും ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ കളിയാക്കുന്ന ഒരു ഏരിയ ആണ് കുതിരവട്ടത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ ഞാൻ PPT ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. കുതിരവട്ടത്ത് പോകുന്നത് അല്ലെങ്കിൽ ഊളംപാറി പോകുന്നതൊക്കെ നമ്മൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ കളക്ടർ ഉണ്ടല്ലോ, ഇപ്പൊ വിവാദത്തിൽ ഇരിക്കുന്ന പ്രശാന്ത് നായർ, പുള്ളിയുടെ ഒരു ബുക്ക് ഉണ്ട്, കുറച്ച് വർഷം മുന്നേ ആളെ എഴുതിയിട്ടില്ല. ആളതില് ആ ഒരു മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ കണ്ടീഷനെ പറ്റി പറയുന്നത് കേൾക്കണം. എന്ന് വെച്ചാൽ ഒരു ബേസിക് ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്തൊരു ഹോസ്പിറ്റലാണ്.
ആ രീതി അത് ഇപ്പോഴാ പുറത്തു വന്നത്. പുള്ളി അതിനെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അത് പുറത്തു വന്നത്. അത്രയും കാലം ആ ഹോസ്പിറ്റൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വേണം, അല്ലെങ്കിൽ എന്താ പറയാ, അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു സിസ്റ്റം ഗവൺമെന്റ് ആയാലും കാര്യങ്ങളായാലും അതിന് ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ്, അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. അപ്പോ പലയിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ, പല വീട്ടിലെ കണ്ടീഷൻസ് അവസ്ഥ. ഇപ്പോ ഞാൻ പറയാം, റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കേസ് ഇതുണ്ടായിരുന്നു. എന്നുവെച്ചാ പുള്ളിക്കാരി പ്രസവം നിർത്താൻ വീട്ടുകാർ സമ്മതിക്കില്ല. 4 മക്കളായി, എന്നുവെച്ചാ ഹിന്ദു തന്നെയാണ്, 4 മക്കളായി. അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നന്റ് ആയി. ഈ പുള്ളിക്കാരിനെ കണ്ടു കഴിഞ്ഞാലേ അറിയില്ല, എണീറ്റൊക്കെ ആരോഗ്യമില്ല ആ വ്യക്തിക്ക്. ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ആൽക്കഹോളിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷനില് പുള്ളിക്കാരിക്കാണെങ്കിൽ കുഞ്ഞ് വേണമെന്നുമില്ല, ഉള്ള കുട്ടികളെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല, അവർക്ക് കുഞ്ഞ് വേണമെന്നേ ആഗ്രഹമില്ല. പക്ഷെ വീണ്ടും അവർ അമ്മയാവാണ്, അവർക്ക് വേറെ വഴിയില്ല. ഡോക്ടർ അബോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും ഈ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഇത് ഒരു കേസ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. എന്റെ തൊട്ടടുത്തൊന്നുമല്ല, നമ്മുടെ അറിയാവുന്ന ഒരു പരിചയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണിത്. അവരത് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഞാന് എന്നിട്ട് അവരോട്, എനിക്കറിയാവുന്നവരോട് ഞാൻ പറയും, ഇതെന്താ ആരും ഇടാത്ത, അവരുടെ കുടുംബ പ്രശ്നത്തിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആൾക്ക്. അന്ന് ഞാൻ സൈക്കോളജി ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ഡിഗ്രി ആയിട്ടേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് ആ ചേച്ചിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി, ബ്ലീഡിങ് ഇഷ്യൂസ് ഒക്കെ ആയി അവസാനം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി അബോർട്ട് ആയിപ്പോയി. ഇവർ ചെയ്യേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ കുഞ്ഞ് അബോർട്ട് ആയിപ്പോയി. ആ ചേച്ചി എന്നിട്ട് ഒരുപാട് നാള് ഹോസ്പിറ്റലൊക്കെ കടന്നിട്ടാണ് റിക്കവർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇവൻ ഫാമിലി മെമ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഇങ്ങനെയാണ് ന്യൂസിൽ വരിക. ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉൾഗ്രാമങ്ങളില് അല്ലെങ്കിൽ നാടുകളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ പുറത്ത് വരും, ചിലതൊക്കെ പുറത്ത് വരില്ല. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ റേറ്റ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രിവിലൻസ് റേറ്റ് ഒക്കെ ഒരു പറച്ചിൽ പറയാന്ന് മാത്രം. എത്രത്തോളം കേസസ് ഉണ്ടെന്ന് നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സാരം എന്ത് വിചാരിച്ചു? ആ, നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രഗ്നൻസിക്ക് മുമ്പ് ഈ PPT പറ്റി ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. ഉം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു മുൻവിധി വെച്ചിട്ട് അതിനെ കാണുമ്പം ഇതിനെപ്പറ്റി ഇല്ല, ചിന്തിക്കാത്ത ആള് കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും വേണമെന്നില്ല, പക്ഷെ പോസ്റ്റ്മോർട്ടം ഇപ്പൊ നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അവയർനെസ് കൊടുത്ത ശേഷം എല്ലാവരും മുൻവിധിയോടൊന്നും കാണുന്നില്ല. എനിക്ക് വരും എന്ന് പറഞ്ഞിട്ടില്ല, വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു അവയർനെസ് സെഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരെ പിടിച്ചിരുത്തിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞ അവയർനെസ് സെഷൻസ് ആണ്. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് അവയർനെസ് സെഷൻ അല്ലേ, ഒരു സൈക്കോട്ടിക് കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടോന്നറിയില്ല, അവരുണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് വരണമെന്നുണ്ടോ? ഇല്ല, ആർക്കും വരണമെന്നില്ല, ആ ഒരു മുൻധാരണയൊന്നുമില്ല. അത് നമ്മൾ ആ ഒരു സെഷൻ കൊടുക്കുന്ന സമയത്ത് അവരോട് ആ രീതിയിലാണ് സംസാരിക്കുക. ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ ശ്രദ്ധിക്കും. അവർക്ക് മൂഡിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് എടുക്കാം എന്നൊരു ഓപ്ഷൻ അവർക്ക് അറിയും. അതല്ലെങ്കിൽ അവർക്ക് അറിയില്ല, അത് കയ്യിൽ നിന്ന് പോകുമ്പോഴേ അറിയാം. ഒരു സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രചാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസസ് പറയുന്ന സമയത്ത് കുറെ പേര് ചോദിച്ചു, പണ്ടുള്ളവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പണ്ടുള്ളവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇറിറ്റേറ്റഡ് ആകുന്നത്, അതാണ് ഞാൻ കുഞ്ഞിനോട് അകൽച്ച കാണിച്ചത്, അതാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് അവർക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. അതായത് വീട്ടുകാർക്കും അറിയാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ പെരുമാറണം, ഇന്നതൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് അവർക്കും അവയർനെസ് ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നവരാണ് കൂടുതൽ ആളുകളും. ഇതേപോലെ നമ്മള് ഓരോ അസുഖങ്ങള് അല്ലെങ്കിൽ ഓരോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അതിനെപ്പറ്റി അവയർനെസ്സോടുകൂടി പോകുന്ന സമയത്ത് ഇതൊരു പ്രിവെൻഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രിക്വേഷനാന്ന് പറയുന്ന പോലെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവും. ഇതറിയാത്ത ഒരാളാണെങ്കിൽ അതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടായിരിക്കും അതിനെപ്പറ്റി ആലോചിക്കുക. അങ്ങനെയുള്ളൂ, അല്ലാതെ മുൻധാരണകൾ വരില്ല.
പിന്നെ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം. അത് എങ്ങനെയുള്ള ആളുകളിലാണ് വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓൾറെഡി ബൈപോളാർ ഉള്ള ആളുകൾ ഉണ്ടാവും, അവര് പ്രഗ്നന്റ് ആവുമല്ലോ. ബൈപോളാർ കണ്ടീഷനുള്ള ആളുകൾ, BPD ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരിക്കൽ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികള്, ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള, അതായത് എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലുള്ള പോയ ആളാണെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അത് ചോദിക്കും. ശരിക്കും ചോദിക്കണം എന്നാണ്, എന്തെങ്കിലും സൈക്കോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. എനിക്കറിയില്ല എത്ര ഡോക്ടേഴ്സ് അത് ചോദിക്കും, എത്ര പേര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, പക്ഷെ അത് ശരിക്കും ചോദിക്കണം. അപ്പോഴാണ് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിക്വേഷൻ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചാൻസസ് ഉണ്ട്, സോ അത് ശ്രദ്ധിക്കണം, മൂഡ് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ളത് കൂടെയുള്ള പാർട്ട്ണർക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് നമുക്കൊരു നേരത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില ഹോസ്പിറ്റലിലൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ചില ഡോക്ടേഴ്സ് ഒക്കെ വളരെ ജെനുവിൻ ആയിട്ട് തന്നെ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു പ്രഗ്നൻസി പീരീഡ് മാനേജ് ചെയ്യാറുള്ളത്. ഓക്കെ. മിസ്, ഓക്കെ മാം, ആദ്യത്തെ താങ്ക് യു. ഡെലിവറിയുടെ സമയത്ത് ഇതുപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തതിലും ഇതുപോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അടുത്ത പ്രാവശ്യവും ഇതുപോലെ നിർബന്ധമില്ല, സംഭവിക്കുന്നു? നിർബന്ധമില്ല, പക്ഷെ വരാം, ചാൻസസ് ഉണ്ട്, അത്രേ പറയുള്ളൂ. ആദ്യം ഒരു ഉണ്ടായത് കൊണ്ട് എനിക്ക് രണ്ടാമതും വരും അങ്ങനെയില്ല. അത് മേ ബി അത് ഓരോരുത്തരുടെ കോപ്പിംഗ് എബിലിറ്റി പോലെ ഇരിക്കും. ചിലവർക്ക് അവരതിനോട് വളരെ അഡ്ജസ്റ്റഡ് ആയി കോപ്പപ്പ് ആയി മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും, നല്ല കൗൺസിലിംഗ് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ സൈക്കോസിസോ ഒന്നും വരണം നിർബന്ധമില്ല. പക്ഷെ ചില ആളുകൾക്ക് അത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും വരാം. അത് ഈ പറഞ്ഞ പോലെ ഇന്റർവെൻഷൻ. നമ്മുടെ കോംപ്ലിക്കേഷനോ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാവാം. സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതായിരിക്കില്ല ചിലപ്പോൾ പ്രശ്നം. ഈ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടോ കോംപ്ലിക്കേഷൻസ് കൊണ്ടോ മേ ബി വരാം. നിർബന്ധമില്ല വരണം. യെസ്. ഓക്കെ മാം. ഓക്കെ. വേറെ ആരോ എന്തോ ഡൗട്ട് വെച്ചിട്ടില്ല. വേറെ ആയിരുന്നു പോയോ? ഇടയ്ക്കൊരു ഹലോ കേട്ടു. മാം, ഈ പോസ്റ്റ്മോർട്ടം ഇപ്പൊ ഒരു സൈക്കോസിസ് ആ ഒരു ലെവലിൽ വരുവാണെങ്കിൽ ശരിക്കും എത്ര നാള് ലാസ്റ്റ് ചെയ്യും? ഇപ്പൊ ഡെലിവറി ടൈം തൊട്ടിട്ട് അത് സിവിയാരിറ്റി പോലെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അത് വരും. ആ ഒരു റിയാലിറ്റി ഇഷ്യൂസ്, അത്തരം കാര്യങ്ങൾ വരും. ചിലവർക്ക് 2 വീക്കിനുള്ളിലായിരിക്കും വരാം. അതേപോലെ തന്നെയാണ് ചിലവർക്ക് കുറച്ചു നാൾ മെഡിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ, ഒരു 2 to 3 വീക്സ് എടുക്കുമ്പോൾ, അതൊരു മൈൽഡ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഒക്കെ ഉള്ളെങ്കിൽ മാറും. ഹലൂസിനേഷൻ ഡിലൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. ചിലപ്പോൾ ഒരു 1 month ആവാം, ചിലപ്പോ മോർ ദാൻ 2 ഇതിപ്പോ months. ഹാലൂസിനേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാലൂസിനേഷൻ ഡെലൂഷൻസ് ഒന്നുമില്ല. പക്ഷെ കുഞ്ഞിനോട് ചില നേരത്തെ അകാരണമായ ദേഷ്യമാണ്. എന്താണ് റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. എന്നാ കുറച്ച് കഴിയുമ്പോ ഭയങ്കര സ്നേഹം. ഞാൻ എന്റെ കാര്യമായിട്ട് പറയുന്നത്. ആ, മോനിപ്പോ 3 വയസ്സായി. ഓക്കെ. അത് മേ ബി അത് ഒന്ന് സ്ട്രെസ് കൊണ്ടാവാം. നമ്മള് അല്ലാതെ കുഞ്ഞിനോടുള്ള ഒരു ദേഷ്യമായിരിക്കില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്ന സമയത്ത്, നമുക്ക് കുറെ കണ്ടീഷൻസിലൂടെ പോകുന്ന സമയത്ത്, മേ ബി നമ്മുടെ പ്രഗ്നൻസി ടൈമിലുണ്ടായ വലിയ സംഭവങ്ങൾ തന്നെ വേണമെന്നില്ല, ഇവൻ ചെറുതിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒന്ന് പറഞ്ഞ് സംസാരിച്ച് തീർത്ത് അത് സോൾവ് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അത് ശരിയാവാം. അപ്പൊ പക്ഷെ അങ്ങനത്തെ കുഞ്ഞിന്റെ ചില അടുത്ത് കാര്യങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇതുപോലെ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ എപ്പോഴും അവൻ കരയുന്നപ്പം അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എനിക്കറിയാമായിരുന്നു ഇതായിരുന്നു പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ പിന്നെ പ്രശ്നമാണ്. ആരോടും ഷെയർ ചെയ്യാൻ നിന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് ദേഷ്യം തോന്നുമ്പോ ഞാൻ നൈസായിട്ടും കുറച്ചു നേരം മാറിക്കും, എന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഞാൻ ഓക്കെയാണ്. പിന്നെ ഞാൻ ഒന്ന് പാട്ട് കേൾക്കും. അപ്പൊ എന്റെ മൂഡ് മാറി. പിന്നെ കുഞ്ഞിനോട് ഭയങ്കര കാര്യമാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ചില നേരത്ത് ഇരിക്കുമ്പോ കുഞ്ഞിനോട് എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ദേഷ്യ. അപ്പൊ ഇത് വീട്ടില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് വീടാണെങ്കിലും, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അതെ. ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും, അയ്യോ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകും, നിനക്ക് എന്താ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഇപ്പോഴും അങ്ങനത്തെ അല്ല, ചിന്താഗതി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെഷൻ എടുക്കാം. അതിപ്പോ ഒരുപാട് സെഷൻ ഒന്നും പോവില്ല. ചിലപ്പോ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിണ്ടാവില്ല, അൺകോൺഷ്യസ്ലി കിടക്കുക എന്ന് പറയില്ലേ, ആ സംഭവം അവിടെ കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോ നമുക്ക് ഇങ്ങനെ ആലോചിക്കും, ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ആ സപ്പോർട്ട് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം നടന്നില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായപ്പോ എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും അല്ല അത് ട്രിഗർ ആവുന്നത്.
അത് നമ്മൾ പറയില്ലേ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്ന. അപ്പൊ നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നാം, ഇറിറ്റേഷൻ തോന്നാം. അത് ഒരു നോർമൽ സംഭവമാണ്. അപ്പൊ നമുക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൗൺസിലിംഗ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സോ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അങ്ങനത്തെ വരുമ്പോ തോട്ട് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് ആ സമയത്ത് വരുന്ന തോട്ട്സ്, അത് കുഞ്ഞിനോട് എന്തിനാണ് ദേഷ്യം തോന്നുന്ന സംഭവം എടുക്കാം, ആ ഒരു സംഭവം എഴുതുക. ദെൻ ശരിക്കും ദേഷ്യം തോന്നേണ്ട റീസൺ അവിടെ ഉണ്ടായിരുന്നോ, അത് ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു 2 റിയാലിറ്റി ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുനാൾ കണ്ടിന്യൂസ് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് കിട്ടും. എന്തോ ഒരു ആ ട്രിഗറി ആയിട്ടുള്ള സാധനം എന്താന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ അത് ചെയ്യാം. പിന്നീട് ആലോചിക്കുമ്പോ തോന്നുന്നു ട്രിഗറിങ് ആയിട്ടുള്ള ഒരിക്കലും മോനല്ലായിരുന്നു. മോൻ എന്ന് ആ പറഞ്ഞാൽ 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോ ഞാൻ ഇപ്പൊ PSC ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഇടയ്ക്ക് വന്ന് ഇറിറ്റേറ്റ് ചെയ്തപ്പോ അപ്പൊ യെസ് ആ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ അവനോട് ദേഷ്യം തോന്നി പിന്നെ ഇരുന്ന് സമാധാനത്തിൽ ആലോചിക്കുമ്പോ അയ്യോ അത് കുഞ്ഞല്ലേ, അവൻ എപ്പോഴും അമ്മേനല്ലേ ഡിപ്പെൻഡ് യെസ് ചെയ്യുക, അവൻ ചെയ്തതിൽ അതെ അതെ തെറ്റൊന്നുമില്ലല്ലോ, അപ്പൊ എന്റെ പ്രശ്നമാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതാ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവർക്കും നമ്മുടേതായ ഒരു സ്പേസ് വേണം. അതിപ്പോ ഹസ്ബൻഡ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, കുഞ്ഞുണ്ടാവും, വീട്ടുകാരൻ. എന്നാലും നമ്മളിപ്പോ പഠിക്കാനിരിക്കുമ്പോ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കുക, ഇത്ര സമയത്തിൽ തീർത്തിട്ട് വേണം ഇന്ന കാര്യം ആ ചെയ്യാൻ ഇത് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. ചെയ്യണം. ആ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നാല് അല്ലെങ്കിൽ വേറൊരാള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാല് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ വീട്ടില് കോളിനേക്കാളും കുഞ്ഞ് ചെറുതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് എപ്പോഴും കുഞ്ഞു വരും. വരുന്നതുകൊണ്ടാണ് നമുക്കത് കുഞ്ഞിനോട് ഒരു ഇറിറ്റേഷൻ തോന്നുന്നത്. അല്ലാതെ അവിടെ വേറെ ഫാക്ടേഴ്സ് ഒട്ടൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് എന്താ പറയാ, വീട്ടുകാരോട് കുറച്ചു നേരം നോക്കാൻ പറയാം. ഇനി അത് അങ്ങനെ കുറച്ചു ഇല്ല നേരമൊക്കെ വീട്ടിൽ ഇരിക്കും. അത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞല്ലേ എന്തെങ്കിലും എഴുന്നേറ്റ് ഇപ്പൊ വരും. ഇപ്പൊ ഇതേപോലത്തെ സെഷൻ ഞാനിപ്പോ ദേ മുറ്റത്ത് വന്നിരുന്ന ക്ലാസ് കേൾക്കണം, അവിടെ ഇരുന്നൊക്കെ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിക്കില്ല. ഒരു പിന്നെ ഹാഫ് an hour അവരോട് ക്ലാസ് നമുക്ക് ഓക്കെ, മറ്റേ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വരും. ഇറിറ്റേറ്റ് അല്ല, അവൻ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി വരും. അപ്പൊ നമുക്കൊന്നും നോ പറയാനും പറ്റില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എന്ന് വെച്ചാൽ മറ്റേ ടോക്കൺ എക്കണോമിയിലെ കുഞ്ഞു കുട്ടിയല്ലേ, കുറച്ചു നേരം ഇപ്പൊ കുട്ടികൾക്ക് കഥ കേൾക്കണൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചു നേരം അമ്മ പഠിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അങ്ങനെ ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്ന്. കുഞ്ഞു സാധനങ്ങൾ കേട്ടോ, ഫുഡ് ഐറ്റംസ് അല്ല, വളരെ കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്നോ, അല്ലെങ്കിൽ ഇന്നെ ചെയ്തു തരാന്നോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വന്നിട്ട് കഥ പറഞ്ഞു തരാന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്തിരുത്താൻ ശ്രമിച്ചു നോക്കാം. ഞാൻ ചില കൊറേ ട്രൈ കുട്ടികളായിരിക്കും ചെയ്ത് നോക്കി, പല രീതിയിൽ ചെയ്ത് നോക്കി. അപ്പൊ ആള് വിചാരിച്ചതൊക്കെ ആൾക്ക് അപ്പത് വേണം. പിന്നെ ഇപ്പൊ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വേണ്ട കളിപ്പാട്ടങ്ങൾ ഉണ്ട്. അപ്പൊ കൂടുതൽ ഞാനായിട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പൊ അപ്പൊ മാം മേ ബി ഇതൊന്നും ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഒന്നും ഇല്ലല്ലോ. പോസ്റ്റ്മോർട്ടം അല്ലല്ല, ഇത് ഡിപ്രഷൻ. സൈക്കോസിസ് ഒന്നല്ല. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുണ്ടായി ഒരു വിത്തിൻ ഹവേഴ്സ് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ നമുക്കത് ഉണ്ടാവും. കുഞ്ഞിനോട് ഒരു തരത്തിലുള്ള അഫെക്ഷനും ഫീൽ ചെയ്യില്ല നമുക്ക്. ഓക്കെ. അതായത് ഒരു തരത്തിലുള്ള അഫെക്ഷനും ഫീൽ ചെയ്യില്ല. ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടല്ല ഇപ്പൊ കുഞ്ഞിനോട് ഇറിറ്റേഷൻ തോന്നുന്നത്. നമ്മൾ ഈ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മൾ ചെയ്യാൻ വെച്ച ഒരു ആക്ടിവിറ്റി തടസ്സപ്പെടുത്തുന്ന ഒരാൾ കുഞ്ഞായതുകൊണ്ട് മാത്രം കുഞ്ഞിനോട് ഒരു ഇറിറ്റേഷൻ തോന്നുക. അല്ലാതെ അത് വലിയ പ്രശ്നമൊക്കെ കേട്ടോ. അത് ഞാൻ നമുക്ക് വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോ ഇനി കൗൺസിലിങ്ങിന് പോണോ, ഞാൻ സ്വയം അങ്ങനെ ചിന്തിച്ചു. അനലൈസ് ചെയ്യാനല്ലേ. ഇല്ലില്ല, ഇത് നോർമലാണ്. ഇപ്പൊ ഞാന് ഇപ്പൊ ക്ലാസ് എടുത്തു ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാൻ. അത് കഴിഞ്ഞ് ഇപ്പൊ ദേ ഇവിടെ ഒരു സെറ്റ് പേപ്പർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പിള്ളേരുടെ കറക്ഷൻ ചെയ്യാൻ. ഇത് കഴിഞ്ഞ് ഇന്ന് ആ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പൊ ഞാൻ ഇത്ര സമയം ക്ലാസ്സിന് ഇത്ര സമയം പേപ്പർ കറക്ഷൻ പറഞ്ഞ് ഇരിക്കുന്നതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ ഒരു ഇറിറ്റേഷൻ ഇറിറ്റേറ്റഡ് തോന്നും. ആവും. ആ ഇപ്പൊ ഒന്നല്ല, വീട്ടില് ഗസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവര് ഗസ്റ്റ് ആയിട്ട് വന്നാണ്. പക്ഷെ ഞാൻ വിചാരിക്കും ഇപ്പൊ തന്നെ ഇതിനിടയിൽ എന്നെ വന്ന് വിളിച്ചിട്ട് പോണോ. വീട്ടില് കുട്ടികളൊക്കെ വരുമ്പോ കുട്ടികൾ വന്നിട്ട് ചേച്ചി വാ ഞാനിവിടെ ക്ലാസ് ഉണ്ട് പറയുമ്പോ ചേച്ചിയുടെ ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോകും. ഈ പിള്ളേര് എന്ന് തോന്നില്ലേ. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, അവരെ ഭയങ്കര ഇഷ്ടമാണ്, അവര് വരുന്നത് ഇഷ്ടമാണ്. നമ്മളെ ചെറിയ പിള്ളേരാണെങ്കിലും നമ്മളെ വിളിച്ചുകൊണ്ട് പോണത് ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്. അത് അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ മാം. നമ്മള് സ്വയം നമുക്കത് ഇറിറ്റേറ്റ് ആവാത്ത രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്തെടുത്താതെ അല്ലേ, നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, നമ്മളൊന്ന് ഓക്കെ ഇറിറ്റേറ്റ് ചെയ്യണം, അവൻ വന്നു ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നും കൂടെ ഒക്കെ ഒന്ന് ടൈം മാനേജ് ചെയ്യുക. പിന്നെ നമുക്കറിയാലോ കുട്ടികള് ഏത് ടൈമിലാണ് കൂടുതൽ ഇറിറ്റേറ്റ് ആവുക. അവരുടെ ഒരു ടൈം ഷെഡ്യൂൾ നമുക്കൊരു അറിയാലോ, മൂഡ് മാറുന്നത്
അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും പഠിത്തത്തിന്റെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഷെഡ്യൂൾ മാറ്റി പിടിച്ച് നോക്കുക, അങ്ങനെ നോക്കാം. ഓക്കെ മിസ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നിങ്ങക്ക് ക്ലിയർ ആയോ? സെഷൻ ക്ലിയർ ആയോ? യൂസ്ഫുൾ ആയോ? ഒരു ഐഡിയ കിട്ടിയോ? ആ മിസ് ക്ലിയർ ആയി. ക്ലിയർ. എന്തോ ചോദിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അയ്യോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. എന്തോ ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ലിയർ ആയില്ല. വോയിസ് ബ്രേക്ക് ആയി. പേരും കാണുന്നില്ല. പോയിന്റ് പ്രസന്റേഷൻ ഷെയർ പോയിന്റ് പ്രസന്റേഷൻ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യുമോന്ന്? ആ, ഷെയർ ചെയ്യും കേട്ടോ. അത് എന്തായാലും ഗ്രൂപ്പിലിടും. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് താങ്ക് യു എന്തെങ്കിലും മാം. സജഷനോ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ല, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പൊ ഇനി വേറൊരു ഫ്രീ വെബിനാറിലോ അല്ലെങ്കിൽ പെയ്ഡ് സെഷനിലോ ഒക്കെ നമുക്ക് കാണാം. ഓക്കെ. Okay, madam. Thank you so much. Okay. Good night. Thank you. Good night. താങ്ക് യു മാം. Okay. താങ്ക് യു Bye. വെരി മച്ച്. Thank you. Good night. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. കുഞ്ഞിനെ കല്ലിലടിച്ചു കൊന്ന കേസ്. യെസ്, മേ ബി അത് ആവാം, സൈക്കോസിസ് കണ്ടീഷൻ ആവാം. ഞാൻ ഇപ്പോഴാണ് ആ ഡൗട്ട് കണ്ടത്. അങ്ങനെ വരുന്ന കേസസും ഉണ്ട്. അത് നമുക്ക് കുഞ്ഞിനോടും അഫെക്ഷൻ തോന്നണമെന്നില്ല. സ്വയം ആത്മഹത്യ ചെയ്യുന്ന കേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. യെസ്. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.